സാഹിതിയുടെ 12 വർഷങ്ങളാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. സാഹിതിയുടെ 12 വർഷങ്ങൾ തീർച്ചയായിട്ടും മലയാള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം മലയാള സർവകലാശാലയുടെ സാഹിത്യ അഭിരുചിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വ്യാഴവട്ടക്കാലമാണ് എന്ന കാര്യം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മലയാള സർവകലാശാലയിലെ സാഹിതിയുടെ ആദ്യ പതിപ്പ് ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട MD ആയിരുന്നു. അന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട T പത്മനാഭനാണ്. പിന്നീട് തുടർന്ന് അക്കിത്തം, സേതു, വൈശാഖൻ തുടങ്ങി നിരവധി പേർ സാഹിതിയുടെ അന്തർ സർവകലാശാല സാഹിത്യോത്സവത്തിൽ നിരവധി വേദികളിൽ പങ്കുകാരായിട്ടുണ്ട്. സാഹിതിയുടെ ഈ ലക്കം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട മലയാളികളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ M. മുകുന്ദനാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും പുതിയ എഴുത്തിനെ, ഏറ്റവും പുതിയ ഭാവുകത്വത്തെ അടയാളപ്പെടുത്തുന്നത് നിരന്തരം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏഞ്ചൽ മേരിയിലേക്കുള്ള 100 ദിവസം എന്ന് പറയുന്ന നോവലിൽ എത്തി നിൽക്കുന്നത് ഉൾപ്പെടെ വാസ്തവത്തിൽ മലയാളികളുടെ വായനക്കാരുടെ ഭാവുകത്വത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന നിരവധി നോവലുകളുണ്ട്. ഞാൻ ആ നോവലുകളെ ഒന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. അത്തരം മലയാളികളുടെ ഭാവുകത്വത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരമായി സാഹിതീയമായി സഹിതമായി എഴുത്തു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെയാണ് നമുക്ക് ഈ സാഹിതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി, ഈ പതിപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കിട്ടിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത്തവണത്തെ സാഹിതിയുടെ ഒരു സവിശേഷത, ഈ സാഹിതിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത്, അതിൻ്റെ പാനൽ ആരൊക്കെയായിരിക്കണം എന്ന ആലോചനകളൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഏറ്റവും സവിശേഷമായി അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചത്. ഞാൻ ഡിഗ്രിക്ക് ചേരുന്ന സമയത്ത് 95 എത്ര ആവേശത്തോടു കൂടിയാണോ M. മുകുന്ദനെ വായിച്ചത്, അതേ ആവേശത്തോടു കൂടി ഇപ്പോഴും എൻ്റെ വിദ്യാർത്ഥികൾ വായിക്കുന്നു. M. മുകുന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ അത്രമേൽ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് വാസ്തവത്തിൽ ഈ വേദിയിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. മലയാളികളുടെ പ്രിയങ്കരനായ എഴുത്തുകാരനെ M. മുകുന്ദനെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് പ്രിയപ്പെട്ട നമ്മുടെ വൈസ് ചാൻസലർ പ്രസാദ് സാറാണ്. പക്ഷേ ഔദ്യോഗികമായ ചില തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളുടെ രജിസ്ട്രാറുടെ ചുമതല കൂടി വഹിക്കുന്ന ഭരതൻ മാഷ് നമ്മളോട് ഔദാര്യപൂർവ്വം ആ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും അത് സാഹിതിയുടെ തന്നെ സന്തോഷമായി മാറുകയും ചെയ്തിട്ടുണ്ട്. സാഹിതിയിലേക്ക്, സാഹിതിയുടെ ഏറ്റവും പുതിയ ലക്കത്തിലേക്ക്, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട ഭരതൻ മാഷിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലയാള സർവകലാശാലയുടെ പ്രിയപ്പെട്ട, മലയാളികളുടെ പ്രിയപ്പെട്ട KP രാമനുണ്ണി മാഷാണ്. KP രാമനുണ്ണി മാഷ് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിനോടൊപ്പം ഫെസ്റ്റിവൽ ബുക്കിൻ്റെ പ്രകാശനം കൂടി നിർവഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട രാമനുണ്ണി മാഷിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ നിർവാഹക സമിതി അംഗം ആയിട്ടുള്ള സജിന ടീച്ചറാണ്. സജിന ടീച്ചറെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. IQACയുടെ പ്രതിനിധിയായിട്ടുള്ള ധന്യ ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ തമീം റഹ്മാൻ എത്തിച്ചേരുന്നതാണ്. തമീം റഹ്മാനെയും സാന്നിധ്യത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യാപക പ്രതിനിധിയും സാഹിത്യരചനാ സ്കൂളിൻ്റെ ഡയറക്ടറുമായ ബാബുരായ മാഷിനെ ഏറ്റവും ഹൃദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാഹിത്യ പഠന സ്കൂളിൻ്റെ ഡയറക്ടറും ഈ ചടങ്ങിന് നന്ദി പറയുന്ന ശുഭ ടീച്ചറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസകൾ അറിയിക്കുന്ന അനധ്യാപക പ്രതിനിധി പ്രിയപ്പെട്ട അഭിജിത്തിനെ സ്നേഹപൂർവ്വം സാഹിതിയിലേക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാസ്തവത്തിൽ സാഹിതി എന്ന് പറയുന്നത്, സാഹിതിയെക്കുറിച്ചൊരു 2-3 വാചകം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സാഹിതി എന്ന് പറയുന്നത് മലയാള സർവകലാശാലയുടെ ഒരു പൊതുപരിപാടി എന്നതിനപ്പുറം അന്തർ സർവകലാശാല സാഹിത്യോത്സവം എന്ന രീതിയിൽ നടത്തപ്പെടുന്ന ഒരേ ഒരു പരിപാടിയാണ്. മറ്റ് സർവകലാശാലകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടു കൂടി നടത്തപ്പെടുന്ന ഒരു സവിശേഷമായ സാഹിത്യോത്സവമാണ്. ഈ സാഹിത്യോത്സവത്തിൻ്റെ ഈ ലക്കം സാഹിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി കോളേജ് സർവകലാശാലകളിൽ നിന്ന് സാഹിതി പുരസ്കാരത്തിന് വേണ്ടി വന്ന എൻട്രികളുടെ എണ്ണം, ആ ബാഹുല്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്ന ഒരു സംഗതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് 300ഓളം എൻട്രികളാണ് സാഹിതി പുരസ്കാരത്തിന് വേണ്ടി ലഭിച്ചിരിക്കുന്നത്. ഇത്രയും പേരിലേക്ക് സാഹിതി എത്തിച്ചേർന്നിരിക്കുന്നു എന്നതും സാഹിതിയെ അത്രമേൽ ആവേശകരമായി കേരളത്തിനകത്തും പുറത്തുമുള്ള കോളേജുകളിലെയും സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതും തീർച്ചയായിട്ടും സാഹിതിയുടെ ഓരോ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നും രാവിലെ വരെയും ഇന്നലെ രാവിലെ വരെയും രാപകലെന്നെ എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന വെച്ചാൽ ഈ മലയാള സർവകലാശാലയിൽ തന്നെ ഉണ്ടായിരുന്ന സാഹിതിയുടെ നെടും തൂണുകളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സാഹിതിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അധ്യാപകരുടെ പ്രാതിനിധ്യമാണ്. സർവകലാശാലയിലെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറേയേറെ അധ്യാപകർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കുറേയേറെ അധ്യാപകർ രാത്രിയും പകലുമായി സാഹിതിയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയും സാഹിതിയുടെ പുതിയ ചില ഇനിഷ്യേറ്റീവുകൾക്ക് സാഹിതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില കൗതുകകരമായ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷപൂർവ്വം ആശംസകൾ അറിയിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്ത എല്ലാ സഹപ്രവർത്തകരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അനധ്യാപകരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ സാഹിതിയിൽ തീർച്ചയായിട്ടും സാഹിതിയുടെ പല സെഷനുകളിലും പങ്കെടുക്കുന്ന കാര്യമൊക്കെ ഉറപ്പ് വന്നിട്ടുണ്ട്. ആ അനധ്യാപകരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം മറ്റ് സർവകലാശാലകളിൽ നിന്ന് എത്തിച്ചേർന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. മറ്റ് സർവകലാശാലകളിൽ നിന്ന് വന്ന എല്ലാ വിദ്യാർത്ഥികളെയും, മറ്റ് സർവകലാശാലകളിൽ നിന്ന് വന്ന് ഇന്നും നാളെയുമൊക്കെയായി സാഹിതിയിൽ സംബന്ധിക്കുന്ന, നാളെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി മലയാള സർവകലാശാലയിലേക്ക് ഹൃദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആധ്യക്ഷം വഹിക്കുന്നതിനായി മലയാള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ കെ.എം. ഭരതനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ എം മുകുന്ദൻ, നമ്മുടെ അഡ്ജങ്ക്ട് ഫാക്കൽറ്റിയും എഴുത്തുകാരനുമായ ശ്രീ രാമനുണ്ണി മാഷ്, സർവകലാശാല നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ജി സജന ടീച്ചർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹപ്രവർത്തകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഈ സന്ദർഭത്തിൽ ഒരു അധ്യക്ഷ ഭാഷണത്തിന്
വലിയ പ്രസക്തിയില്ല എന്നറിയാം. പക്ഷേ മുകുന്ദേട്ടൻ ഉദ്ഘാടകനായി ഇരിക്കുന്ന ഒരു യോഗത്തിൽ വലിയ സന്തോഷം ആ സാന്നിധ്യം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. സാഹിതിയുടെ നമ്മുടെ ഏറ്റവും പുതിയ പതിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ മലയാളത്തിൽ നമുക്ക് ആരുണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും ആദ്യം വരുന്ന പേരാണ് എം മുകുന്ദൻ്റേത്. ആ എം മുകുന്ദൻ തന്നെ നമുക്ക് ഭാഗ്യവശാൽ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട് എന്നുള്ളത് സാഹിതിയുടെ വലിയ ഒരു അഭിമാനമാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം ഇറങ്ങിയ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വലിയ എന്താണ് ഒരു നോവൽ വായിച്ചപ്പോഴുള്ള സന്തോഷം മാത്രമല്ല, വല്ലാത്തൊരു അസൂയ കൂടി ഈ എഴുത്തുകാരനോട് തോന്നുകയുണ്ടായി. മുകുന്ദേട്ടൻ എന്നുള്ളത് ശീലം കൊണ്ട് വിളിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെയാണല്ലോ, കഥായൗവനം എന്ന്. അങ്ങനെ കഥായൗവനത്തിലൊരു ചെറുപ്പക്കാരനായിട്ടാണ് അത് വായിച്ചാൽ എം മുകുന്ദനെ നമുക്ക് അറിയാൻ കഴിയുക, അനുഭവിക്കാൻ കഴിയുക. ഞാനത് പറയുന്നത്, ഞാൻ 15 കൊല്ലം മാഹി കോളേജിൽ ജോലിയെടുത്ത ഒരാളാണ്. മാഹിയിൽ ജോയിൻ ചെയ്ത് ആദ്യത്തെ മാസങ്ങളിലൊക്കെ എവിടെ പോയാലും ആരെങ്കിലും കണ്ടാൽ മയ്യഴിയിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ തുമ്പികളുണ്ടോ എന്നാണ് ചോദിക്കുക. അവിടുത്തെ തുമ്പികളെയൊക്കെ കണ്ടോ എന്ന്. കാരണം പിന്നെ കടലിൻ്റെ അനന്തതയിൽ ഒരു വലിയ കണ്ണുനീർത്തുള്ളി പോലെ വെള്ളിയാങ്കല്ല് ഇങ്ങനെ കിടന്നു. അതിന് ചുറ്റിലും മരിച്ചവരുടെ ആത്മാക്കൾ, പരേതരുടെ ആത്മാക്കൾ തുമ്പികളെപ്പോലെ പാറി നടന്നു. അക്കൂട്ടത്തിൽ ദാസനും ചന്ദ്രികയും ഉണ്ടായിരുന്നു എന്നുള്ളത് മലയാള നോവൽ വായിച്ചു പോകുന്ന ഏതൊരു ശരാശരി വായനക്കാരൻ്റെയും ഉള്ളിൽ എല്ലാ കാലത്തും കൊണ്ടു നടക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു എഴുത്തുകാരൻ, ഒരു ദാസൻ്റെയും ചന്ദ്രികയുടെയും പ്രണയം എന്ന് പറയുന്നത്, പോണ്ടിച്ചേരിയിലേക്ക് പുറപ്പെടുന്ന ദാസനെ കാണാൻ ചന്ദ്രിക വരും, ദാസേട്ടൻ കത്തയക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ദാസനും ചന്ദ്രികയും സ്വകാര്യമായി ഇരിക്കുമ്പോൾ ദാസൻ ചന്ദ്രികയോട് ചോദിക്കണം, നിന്റെ പാദസരം ഞാൻ എൻ്റെ കാലിൽ അണിഞ്ഞോട്ടെ എന്ന്. 70കളിലെ കേരളത്തിലെ ഒരു ശരാശരി പ്രണയമാണ്. ഏഞ്ചൽ മേരിയോട് അർജുൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കല്യാണം കഴിക്കും, പോടാ ആസ് ഹോൾ എന്നാണ്. ആസ് ഹോളിൻ്റെ മലയാളം എന്താണെന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ പഠിച്ച വിജിത ബാലനോട് ഏഞ്ചൽ മേരി ചോദിക്കുന്നുണ്ട്. ആസ്ഹോളിൻ്റെ മലയാളം പറയണ്ട, നിങ്ങൾ പുസ്തകം വായിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള ഏഞ്ചൽ മേരിയെ 100 ദിവസം കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുമെന്ന് വീരവാദം പറയുമ്പോൾ അർജുൻ മുണ്ടുടുത്ത് സൈക്കിൾ മാത്രം ഓടിച്ച് സഞ്ചരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ സഹോദരി വേദ. ഇത് രണ്ട് സംസ്കാരമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന ഒരു ഗ്ലോബലായിട്ടുള്ള സംസ്കാരം, ഗ്ലോബൽ സംസ്കാരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു മിക്സഡ് സംസ്കാരം, ഒരു കലർപ്പിൻ്റെ ഒരു സംസ്കാരം. ആ സംസ്കാരത്തെ ആ നോവലിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ നോവലിൽ മാത്രമല്ല, മയ്യഴിപ്പുഴയിലെ പ്രണയത്തിൽ നിന്ന് അഗ്നിയുടെ പ്രണയത്തിലേക്ക് വരുമ്പോൾ, നൃത്തത്തിലേക്ക് വരുമ്പോൾ, നൃത്തമൊക്കെ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ. അഗ്നിയുടെ പ്രണയത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയും ഒരു നോവൽ എഴുതാൻ സാധിക്കും എന്ന് 2000-ലാണ് ആ നോവൽ, 2000-ൻ്റെ ആ തുടക്കത്തിലാണ് ആ നോവൽ ഉണ്ടാകുന്നത്. അപ്പോൾ അന്നത്തെ നോവൽ എഴുത്തിനോട് മാത്രമല്ല, അന്നത്തെ ഗ്ലോബൽ കൾച്ചറിനോട്, അന്നത്തെ മലയാളത്തിൻ്റെ സാംസ്കാരികതയോട് സവിശേഷമായി പ്രതികരിക്കാൻ നോവലിന് എങ്ങനെ സാധിക്കും എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാൾ. വിജിത ബാലനും ഏഞ്ചൽ മേരി സോഫ്റ്റും ഇവരെല്ലാം കൂടിയിട്ട്, മേരി സ്വിഫ്റ്റൊക്കെ കൂടിയിട്ട് ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ, അവരവിടെ വിസ്കിയും ബിയറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോർട്സ് ഇട്ടിരിക്കുന്ന
വിജിത ബാലൻ്റെ കാലിലേക്ക് നോക്കുന്ന ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് വിജിത ബാലൻ ചോദിക്കുന്നത്, നിനക്ക് കോങ്കണ്ണുണ്ടോ? ഇല്ല. നീ എന്തിനാണ് എൻ്റെ കാലിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്? നോക്കുന്നുണ്ടെങ്കിൽ നേരെ നോക്കണം, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറയുന്ന ആ നോവൽ. ഞാൻ അത്രയും സൂചിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ നോവലിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംസ്കാരം കാണാം. വേദയെയും അർജുനനെയും നമ്മൾ കാണുമ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള ഒരു സംസ്കാരത്തിൻ്റെ, ഒരു പാരമ്പര്യ സംസ്കാരത്തിൻ്റെ ഒരു ധാര നമുക്ക് കാണാൻ സാധിക്കും. ഈ വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിലുള്ള ധാരകൾ തമ്മിലുള്ള ഒരു കലർപ്പ് അതിൽ രൂപപ്പെടുന്നതും, എങ്ങനെയാണ് ഒരു സംസ്കാരം, ഒരു സമൂഹം അവരുടെ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അതിലേക്ക് അതിൻ്റെ ഇണക്കുബന്ധങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ്? പഴയ ഒരു സാമൂഹികമായ സാംസ്കാരികമായ ഒരു തുടർച്ചയെ പുതുമയോട് കൂട്ടിച്ചേർക്കാൻ, അങ്ങനെ സമൂഹങ്ങൾക്കിടയിൽ, കാലങ്ങൾക്കിടയിൽ, സംസ്കാരങ്ങൾക്കിടയിൽ ഇണക്കുബന്ധങ്ങൾ രൂപപ്പെടുത്താൻ എങ്ങനെയാണ് ഒരു സാഹിത്യകൃതിക്ക് സാധിക്കുന്നത്? ഹൈബ്രിഡിറ്റിയുടെ ഒരു സംസ്കാരത്തെ എങ്ങനെയാണ് മലയാള നോവൽ പരിചരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള ഒരു ഭാഷ, ആ ഭാഷയും എന്താണ് വല്ലാത്തൊരു ഭാഷയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 1974 വന്നിട്ടുള്ള മയ്യഴിപ്പുഴയിൽ നിന്ന് 2026-25 ഇറങ്ങിയിട്ടുള്ള ഏഞ്ചൽ മേരി സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ ഭാഷയിലുണ്ടാക്കുന്ന ഈ മാറ്റം, പ്രണയ സങ്കല്പങ്ങളിലുണ്ടാക്കുന്ന മാറ്റം, പ്രണയത്തെക്കുറിച്ച് ദിവ്യമായ സങ്കല്പങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരനും കോഹാബിറ്റേഷനിൽ പോലും വിശ്വാസമില്ലാത്ത രീതിയിൽ വിവാഹം എന്ന വ്യവസ്ഥാപിതത്വത്തെ എതിർത്തു പോകുന്ന ഒരു ചെറുപ്പക്കാരിയും തമ്മിൽ അവർ വിവാഹിതരായി തീരാവുന്ന, ഒരുമിച്ച് ജീവിക്കാവുന്ന ഒരു സന്ദർഭം സാധ്യമായി തരുന്ന ആകാംക്ഷാഭരിതമായ 100 ദിവസങ്ങൾക്കിടയിൽ എങ്ങനെയാണ് മലയാളിയുടെ സംസ്കാരത്തിൻ്റെ ഈ കലർപ്പുകളെ, ആ കലർപ്പുകൾക്കിടയിൽ നിന്ന് ദേശകാലങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഇണക്കുബന്ധങ്ങളെ രൂപപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ മനോഹരമായി വരച്ചു കാട്ടുന്ന ഒരു നോവലാണ് അത്. ഞാൻ ഇത്രയും പറഞ്ഞത് ആ നോവലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. സാഹിതിയുടെ പുതിയ പതിപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോൾ മനുഷ്യാനന്തര ഏകാന്തതയെക്കുറിച്ചൊക്കെയാണ് ഈ സാഹിതി അതിൻ്റെ തീമായിട്ട് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഏകാന്തതയുടെ ഒരു പുതിയ സംസ്കാരത്തിനകത്തൊക്കെ നിൽക്കുന്ന മനുഷ്യരെ എങ്ങനെ ഇത്തരം ഇണക്കുബന്ധങ്ങളിലേക്ക് ചേർത്തു വെക്കാം എന്നുള്ളതിനെക്കുറിച്ച്, സംസ്കാരത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ പരിചരണത്തെക്കുറിച്ച് അതിശക്തമായ വിധത്തിൽ ഇപ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്നുള്ള ഒരു കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് ഒരിടർച്ചയുമില്ലാതെ ഇങ്ങനെ ഭാവപ്പകർച്ച നേടി നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ അല്ലാതെ മറ്റാരാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യം സൂചിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് ഈ സാഹിതിയെ തീർച്ചയായും കൂടുതൽ സാർത്ഥകമാക്കി തീർക്കുന്നു. അതിലപ്പുറം ഈ ഒരു സന്ദർഭത്തിൽ ഇനി എന്തെങ്കിലും പറയുന്നത് അവിവേകമായിരിക്കും എന്നുള്ളത് കൊണ്ട് മുകുന്ദേട്ടന് ഇവിടെയുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയിലെ സാഹിതിയുമായി ബന്ധപ്പെട്ട് ഇതിനോട് ഐക്യപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും, സാഹിത്യത്തെ, അക്ഷരത്തെ, സംസ്കാരത്തെ സ്നേഹിക്കുന്ന മുഴുവൻ സുമനസ്സുകളെയും ഒരിക്കൽ കൂടി സർവകലാശാലയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ എം മുകുന്ദൻ മലയാള സാഹിത്യത്തിൽ ആധുനികതാവാദ എഴുത്തുകാരനായി രംഗപ്രവേശം ചെയ്തു. പിന്നീട് ഉത്തരാധുനിക കാലത്തെയും അടയാളപ്പെടുത്തുന്ന നോവലുകൾ എഴുതി. 1942 സെപ്റ്റംബർ 10 കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മയ്യഴിയിൽ ജനിച്ച ഇദ്ദേഹം മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. 1961 ആദ്യ ചെറുകഥ പ്രസിദ്ധീകരിച്ചു. പിന്നീട് നിരവധി നോവലുകളും ചെറുകഥകളും രചിച്ചു. ആധുനികതയുടെ പ്രധാന വക്താവായി അസ്തിത്വവാദ ദർശനം, മനുഷ്യബന്ധങ്ങൾ, സ്വത്വപ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ നോവലുകളിലൂടെ കൈകാര്യം ചെയ്തു. ഈ ലോകം, അതിലൊരു മനുഷ്യൻ, നൃത്തം, പ്രവാസം, കേശവന്റെ വിലാപങ്ങൾ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ഒരു ദളിത് യുവതിയുടെ കഥനകഥ, നൃത്തം ചെയ്യുന്ന കുടകൾ, നിങ്ങൾ, ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്നിവയാണ് പ്രധാന നോവലുകൾ. നിരവധി ചെറുകഥാ സമാഹാരങ്ങളുടെ കർത്താവ് കൂടിയാണ് ഇദ്ദേഹം. എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥനും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായിരുന്നു.
സാഹിതി 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ഇങ്ങനെ മുമ്പിൽ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. നിങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെയാണല്ലോ. ഒരുപാട് സന്തോഷം. അപ്പം എനിക്ക് ഇവിടെ വരുവാനും നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും അവസരം നൽകിയതിന് ഈ സർവകലാശാലയോട് ഞാൻ പ്രത്യേകം നന്ദി പറയട്ടെ. അപ്പം ഒരുപാട് സാഹിത്യോത്സവങ്ങൾ നടക്കുന്ന ഒരു കാലമാണിത്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമാണ്. കാരണം ഈ സാഹിത്യോത്സവം ഏതെങ്കിലും ഒരു പത്രമോ ഒരു പ്രസാധകനോ നടത്തുന്ന ഒന്നല്ല. ഒരു സർവകലാശാല നടത്തുന്ന ഒരു സാഹിത്യോത്സവമാണ്. അതുകൊണ്ട് തന്നെ സത്യം പറയട്ടെ, അല്പം ആശങ്കയുണ്ടായിരുന്നു ഇവിടെ വരാൻ. കാരണം സർവകലാശാല എന്ന് പറയുമ്പോൾ അതിനൊരു അക്കാദമീയമായിട്ടുള്ള ഒരു പരിസരമുണ്ടല്ലോ, ഒരു അക്കാദമിക് സ്വഭാവമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു അല്പം ഒരു സങ്കോചം തോന്നിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത് പോയി, ആ സങ്കോചം, പിന്നെ ആ ഒരാശങ്ക അത് പോയി. മാത്രമല്ല ഞാൻ നിങ്ങളിൽ ഒരാളാണ് എന്ന് പോലും തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ ഈ പൊതുപ്രമേയം തന്നെ വളരെ നല്ലതാണ്. അതായത് ഏകാന്തത, വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണത്. ഏകാന്തത എന്നുള്ളത് ഒരുപാട് കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഈ ഇന്നത്തെ കാലത്ത് അതിനൊരുപാട് പ്രസക്തിയുണ്ട്. അത് എഴുത്തുകാരൻ്റെ ഏകാന്തതയാകാം, വായനക്കാരുടെ ഏകാന്തതയാകാം, എന്ത് തന്നെ ആയാലും അത് നല്ലൊരു പ്രമേയമാണ്. അപ്പോൾ ഈ ഏകാന്തത എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് 2 വാചകങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആൽബേർ കമ്യുവാണ്. മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മിത്ത് ഓഫ് സിസിഫസ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ലോകത്തെ അറിയുവാൻ ഈ ലോകത്തിൽ നിന്ന് അല്പനേരം മാറി നിൽക്കണം എന്നാണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നിന്ന് അറിയണമെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ അല്പം മാറി നിൽക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഏകാഗികളായിരിക്കണം എന്നുള്ളതാണ്. മനോഹരമാണത്. അത് വിർജിനിയ വൂൾഫും അത് തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റു രീതിയിൽ. അപ്പോൾ ഏകാന്തതയെക്കുറിച്ചായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള നമ്മുടെ ചർച്ചകൾ അത്രയും. അതേസമയത്ത് തന്നെ ഈ സാഹിത്യോത്സവങ്ങൾ ഇപ്പോഴെല്ലായിടത്തുമുണ്ട്. ഞാൻ 2 ആഴ്ച മുമ്പാണ്, കഴിഞ്ഞ മാസമാണ് ദുബായിൽ പോയത്, ദുബായിലും അബുദാബിയിലും. അപ്പോൾ അവിടെയും സാഹിത്യോത്സവം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ഞാൻ കണ്ടത് വലിയ ആൾക്കൂട്ടമല്ല. ഇതുപോലുള്ള സാഹിത്യത്തിൽ വളരെയധികം താല്പര്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അവരൊക്കെ നന്നായിട്ട് വായിക്കുന്നുണ്ട്, പിന്നെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ ഈ സാഹിത്യോത്സവങ്ങൾ ഇപ്പോൾ പറയുന്നത് നമ്മുടെ രാജ്യത്ത് 100-ലധികം സാഹിത്യോത്സവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 100-ൽ അധികം. അത് ജയ്പൂർ സാഹിത്യോത്സവം മുതൽ ഇങ്ങോട്ട് നമ്മുടെ കൽപ്പറ്റ നാരായണ മാഷാരുടെ കടത്തനാട് സാഹിത്യോത്സവം വരെയുണ്ട്. അങ്ങനെ ഒരുപാട് സാഹിത്യോത്സവങ്ങളുടെ ഒരു കാലമാണിത്. അപ്പോൾ ഈ സാഹിത്യോത്സവം എന്നുള്ള ഉത്സവമാണല്ലോ, ആൾക്കൂട്ടമാണ്. അപ്പോൾ അവിടെ പിന്നെ എനിക്ക് പലപ്പോഴും കംഫർട്ടബിളായി തോന്നിയിട്ടില്ല. അതായത് അവിടേക്ക് എഴുത്തുകാരുടെ ശബ്ദം ഇങ്ങനെ മുഴങ്ങുകയാണ്, എഴുത്തുകാരുടെ ശബ്ദം ഇരമ്പുകയാണ്. അത് എന്തുകൊണ്ടോ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എഴുത്തുകാരൻ്റെ ശബ്ദം അങ്ങനെ ഇരമ്പാൻ പാടില്ല, കാരണം അങ്ങനെ മുഴങ്ങാൻ പാടില്ല. എഴുത്തുകാരുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ തേങ്ങലുകളായിരിക്കണം, വിങ്ങലുകളായിരിക്കണം, അത് ഇരമ്പാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ സാഹിത്യോത്സവങ്ങൾ മുഖം തിരിച്ച് നിൽക്കാൻ പോലും എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഈ സാഹിത്യോത്സവങ്ങളെക്കുറിച്ച് ഒരുപാട് വിമർശനം വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ഇംഗ്ലണ്ടിലെ ഗാർഡിയൻ പത്രത്തിൽ വന്നിട്ടുള്ള വിമർശനമാണ്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 9-ന്
ഗാർഡിയൻ പത്രം, ലോകത്തിലെ ഏറ്റവും വലിയ പത്രങ്ങളിൽ ഒന്നാണത്. അവർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യയിലെ സാഹിത്യോത്സവങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യയിൽ പുസ്തകം വായിക്കുന്നവർ നമ്മുടെ ജനസംഖ്യയുടെ 2% താഴെയാണ്. 2% താഴെയുള്ളവരാണ് പുസ്തകം വായിക്കുന്നത്, അത് റീഡിങ് ഹാബിറ്റ് ഉള്ളവർ. അപ്പോൾ അവർക്ക് വേണ്ടിയാണോ ഈ 100 സാഹിത്യോത്സവങ്ങളെന്നാണ് ഗാർഡിയൻ്റെ വിമർശനം. ഈ വലിയ വലിയ സാഹിത്യോത്സവങ്ങൾ, ജയ്പൂർ സാഹിത്യോത്സവങ്ങൾ മുതൽ നമ്മുടെ നാട്ടിലെ സാഹിത്യോത്സവങ്ങൾ, അതിന് വിമർശനം. അപ്പോൾ ഈ 2% താഴെ വരുന്നവർക്ക്. അപ്പോൾ അതിന് വില്യം ഡാൽട്രിംബിൾ മറുപടി പറഞ്ഞു. കാരണം അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനായിരുന്നു. ജയ്പൂർ സാഹിത്യോത്സവത്തിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഇതൊക്കെ വലിയ സാഹിത്യോത്സവങ്ങളാണ്. പക്ഷേ ഇവിടെ ഉത്സവങ്ങൾ മാത്രമല്ല നടക്കുന്നത്, വളരെ ആഴത്തിലുള്ള സംവാദങ്ങൾ, ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എഴുത്തുകാരുടെ വലിയ കൂട്ടായ്മകൾ, അവരുടെ ഒരുപാട് സംവാദങ്ങൾ, അതിലൊരുപാട് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അതാണ് ഇതിൻ്റെ ന്യായീകരണമായിട്ട് ഡാൾട്ടിംബിൾ പറഞ്ഞത്. പിന്നെ പുസ്തകം ഇപ്പോഴും മറ്റൊരു അത്ഭുതം, ലോകത്തിലെ പുസ്തക മാർക്കറ്റ് ഏറ്റവും കൂടുതൽ പുസ്തകം നമുക്കറിയാമല്ല, പഴയ പോലെ ഇതല്ല ഇന്ന്. പുസ്തകം ഒരു വലിയൊരു വ്യവസായമാണിത്, വലിയൊരു വ്യവസായമാണ്. അപ്പോൾ ഈ വ്യവസായം എന്ന് പറയുന്നത്, ഈ പുസ്തക വ്യവസായത്തിന് ഇന്ത്യയിലെ ഒരു വർഷത്തെ മൂല്യം എന്നുള്ളത് $6 ബില്യൺ എന്ന് പറഞ്ഞാൽ 60,000 കോടി ഉറുപ്പിയുടെ ഒരു മാർക്കറ്റാണ് ഇവിടെ ഇന്ത്യയിലുള്ളത്, പുസ്തക വ്യവസായം എന്നുള്ളത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകൾ 10 രാജ്യങ്ങളുണ്ട്. പുസ്തകം വലിയ വ്യവസായമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ലോകത്തിലെ 10 രാജ്യങ്ങൾ, അതിലേറെയും പാശ്ചാത്യ നാടുകളാണ്, അമേരിക്കയ്ക്കാണ്. 10 നാടുകൾ ഒന്നാണ് കേരളമല്ല, ഇന്ത്യ എന്നുള്ളതാണ്. അങ്ങനെ പുസ്തകത്തിൻ്റെ വലിയൊരു ലോകമാണ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെ ഈ പുസ്തകോത്സവം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ വിൽപ്പന അതുപോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കേരളത്തിൽ. ഇപ്പം നീൽസൺ ബുക്സ് സ്കാൻ ഓരോ മാസവും ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകങ്ങൾ മലയാളം നോവലുകളാണ്. ഇംഗ്ലീഷിനെയും ഹിന്ദിയെയും നമ്മൾ മറികടന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഈ ഒരു വ്യവസായം എന്നതിൽ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പുസ്തകം അത് ഒരു അത്ഭുത വസ്തുവായി മാറിയിരിക്കുകയാണ്. പക്ഷെ അത് ഈ വ്യവസായം എന്ന് പറയുമ്പോൾ അതൊരു കമ്മോഡിറ്റിയാണ്, ഒരു ഉൽപ്പന്നമാണ്. അപ്പം അതിനപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒരു വ്യവസായം മാറുന്നതിൽ നമ്മൾ പരാതി പറയേണ്ട ആവശ്യമില്ല. അതിൽ എഴുത്തുകാരന് ഒരുപാട് പണം കിട്ടുന്നുണ്ട്. എഴുത്തുകാരന് പഴയ കാലത്ത് അങ്ങനെയല്ല. നമുക്കറിയാം, എഴുത്തുകാർ ഒരുപാട് ദാരിദ്ര്യത്തോടെ ജീവിച്ച ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ പട്ടിണി കിടക്കുന്ന എഴുത്തുകാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ ജോലി എടുക്കുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി എടുക്കുന്നില്ലെങ്കിൽ ദാരിദ്ര്യത്തോടെ ജീവിച്ചവരായിരുന്നു നമ്മുടെ ഒരുപാട് എഴുത്തുകാർ. അപ്പോൾ ആ അവസ്ഥ പൂർണ്ണമായി ഇന്ന് മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പുസ്തകം എന്നുള്ളത് ഞാനൊക്കെ എഴുതി തുടങ്ങുന്ന കാലത്ത് 1000 കോപ്പിയാണ് അടിക്കുക. 1000 ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് കിട്ടുക എന്നുള്ളതിൻ്റെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. 1000 കോപ്പി അച്ചടിക്കും. അതാണ് ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് അത് വിറ്റ് തീരാൻ വേണ്ടി പലപ്പോഴും 1 വർഷമോ 2 വർഷമോ ഒക്കെ എടുക്കും. എന്നിട്ടാണ് 2ാം പതിപ്പ് വരുന്നത്, അതായത് 1000 കോപ്പി കൂടി. പക്ഷേ അതിനുശേഷം നമ്മൾ ഇന്ന് വരുമ്പോൾ ഇന്ന് പല പ്രസാധകരും ആ നോവൽ ആദ്യത്തെ പതിപ്പ് തന്നെ 10,000 കോപ്പിയാണ്, അല്ലെങ്കിൽ 15,000 കോപ്പിയാണ്. പലപ്പോഴും ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് വിറ്റ് പോകുന്നുണ്ട്. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ഒരു വിൽപ്പന എന്ന് പറയുമ്പോൾ എഗെയിൻ നമ്മളതിനെ വ്യവസായവുമായി ബന്ധപ്പെട്ട് കാണും.
അതിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഖിൽ പി ധർമ്മജൻ്റെ ഒരു നോവൽ 1,00,000 കോപ്പി വിറ്റുപോയി എന്ന് പറഞ്ഞാൽ 1,00,000 വീടുകളിൽ പുസ്തകം എത്തിക്കഴിഞ്ഞു, 1,00,000 ആളുകളുടെ കയ്യിൽ പുസ്തകം എത്തിക്കഴിഞ്ഞു. അഖിൽ പി ധർമ്മജന് കിട്ടുന്ന പണമല്ല പ്രധാനം, അത് അദ്ദേഹത്തിന് പ്രധാനമായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം ഇത്രയും വീടുകളിൽ എത്തിയെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ പുസ്തകത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു നല്ല കാലം എന്ന് പറയാം. അതേ സമയത്ത് തന്നെ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പ്രളയം, വിൽപ്പന, പിന്നെ എഴുത്തുകാർ തമ്മിലുള്ള മത്സരങ്ങൾ, പ്രലോഭനങ്ങൾ, അപ്പം ഇതിനെല്ലാം നടുവിൽ സാഹിത്യത്തിൻ്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ള പിന്നെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇത് മതിയോ എന്നുള്ളതാണ്. ഇങ്ങനെ 1,00,000 കോപ്പി വിറ്റാൽ മതിയോ എന്നുള്ളതാണ്. പിന്നെ എഴുത്തുകാരൻ ഒരു പുസ്തകം കൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് വീട് വെച്ചു, കാറ് വാങ്ങി, അത് മതിയോ എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ എൻ പ്രഭാകരൻ ഈയിടെ വളരെ നല്ലൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പിയിൽ വിൽക്കുന്നതല്ല പ്രധാനം എന്നുള്ളതാണ്. പ്രധാനമുള്ളത് നല്ല പുസ്തകങ്ങൾ വളരെ കുറച്ച് കോപ്പികൾ വിറ്റാലും നല്ല പുസ്തകങ്ങൾ പിന്നെ ഉണ്ടാകണം, അതാണ് പ്രധാനം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതാണ് നമ്മളിപ്പോൾ പിന്നെ ചർച്ച ചെയ്യേണ്ട വിഷയം. ഇപ്പോൾ ഒരുപാട് കോപ്പികൾ വിൽക്കുന്നു, എഴുത്തുകാരന് ഒരുപാട് പണം കിട്ടുന്നു, പ്രസാധകന് പണം കിട്ടുന്നു, അതിനെ നമ്മൾ തള്ളിപ്പറയേണ്ട ആവശ്യമല്ല. പക്ഷേ ഈ ഒരു പരിസരത്തിൽ നല്ല പുസ്തകങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. ആളുകൾക്ക് പിന്നെ വായിക്കാൻ ആഴത്തിലുള്ള നല്ല പുസ്തകങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പിന്നെ നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ട് കുറേയധികം ആളുകളെ കൊണ്ടത് വായിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് പോപ്പുലറായിട്ടുള്ള പിന്നെ ആഴക്കുറവുള്ള പുസ്തകങ്ങൾ എഴുതി ഒരുപാട് പേരെ കൊണ്ട് വായിപ്പിക്കുന്നതിന് പകരം നല്ല പുസ്തകം എഴുതിയിട്ട് കുറച്ച് പേരെ കൊണ്ട് മാത്രമല്ല കുറേ പേരെ കൊണ്ട് വായിപ്പിക്കാനും സാധിക്കണം. അവിടെയാണ് എഴുത്തിൻ്റെ വിജയം എന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പിറകോട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ വിക്ടർ ഹ്യൂഗോൻ്റെ പാവങ്ങൾ നോക്കൂ. അത് ഒരു വാസ്തവത്തിൽ അതൊരു വളരെ ജനകീയമായിട്ടുള്ള പോപ്പുലറായിട്ടുള്ള ഒരു നോവലല്ലേ. പക്ഷേ ബൈബിളിന് ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള നോവൽ അതാണെന്നാണ് പറയുന്നത്. അത് വളരെ ജനകീയമായിട്ടുള്ളൊരു ഭാഷ, വളരെ പോപ്പുലറായിട്ടുള്ള ഒരു നോവലാണ്. പക്ഷേ അതിനുള്ളിൽ അതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത്, അതിലെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് അത് അത്ഭുതകരമാണ്. മനുഷ്യൻ്റെ നീതിബോധം, അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത്, നീതിബോധം. അത് ഇങ്ങനെയുള്ള വലിയ മൂല്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ഒരുപാടെ കൊണ്ട് വായിപ്പിക്കുകയും ഒരുപാട് കുറച്ച് പേരെ കൊണ്ടെങ്കിലും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നോവലുകൾ പിന്നെ കഥകൾ ഒക്കെയാണ് നമുക്കിന്ന് ആവശ്യം എന്നുള്ളതാണ്. ആ വഴിയിലേക്കായിരിക്കണം നമ്മൾ പിന്നെ ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ ചർച്ചകൾ നടത്തേണ്ടത്. അതായത് ജനങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്ന നല്ല പുസ്തകങ്ങൾ ഉണ്ടാകണം. അതിങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഉള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പലപ്പോഴും പിന്നെ ഈ ഇപ്പോൾ നോബൽ പ്രൈസ് കിട്ടുന്ന നോവലുകളൊക്കെ നമ്മൾ കാണുന്ന നോവലുകളൊക്കെ, അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് കിട്ടുന്ന നോവലുകൾ, അതൊക്കെ ഒരു കാലത്ത് വലിയ എഴുത്തുകാരുടെ വലിയ നോവലുകളായിരുന്നു, പ്രത്യേകിച്ച് നോബൽ പ്രൈസൊക്കെ കിട്ടുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ കാണുന്നത് പിന്നെ നമ്മൾ പലപ്പോഴും അറിയപ്പെടാത്ത എഴുത്തുകാർ കുറച്ച് പേര് മാത്രം വായിക്കുന്ന നോവലുകൾ, അത്തരം നോവലുകൾക്കാണ് ഇപ്പോൾ പലപ്പോഴും ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടുന്നത്, വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നത്. അത് വിശ്വസാഹിത്യത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ്. അപ്പം ആ ഒരു പ്രവണത നമുക്ക് അനുകരിക്കാവുന്നതാണ്. അതായത് പിന്നെ പല എഴുത്തുകാരും ഏകാഗിയായി ഈ വലിയ ബഹളത്തിൽ നിന്ന്, വലിയ പിന്നെ ഉത്സവങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഏതെങ്കിലും നാട്ടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു കുഗ്രാമത്തിൽ പോയിരുന്നുകൊണ്ട് എഴുത്തിനെ ധ്യാനമാക്കിയിരിക്കുകയും അങ്ങനെ എഴുതുന്നവരുണ്ട്. അപ്പം അതും നമുക്ക് അനുകരിക്കാവുന്നതാണോ എന്ന് നമുക്ക് ചോദിക്കാം. ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങളാണ് വാസ്തവത്തിൽ നമ്മൾ ഇതുപോലുള്ള സാഹിത്യ ഉത്സവങ്ങളിൽ അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഒരു സാഹിത്യോത്സവത്തിലും നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരു സാഹിത്യോത്സവം നമ്മുടെ ഒരു ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകിയെന്ന് വരില്ല. പക്ഷേ ഓരോ സാഹിത്യോത്സവവും ഒരുപാട്
ജാലകങ്ങൾ തുറന്നിടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ജാലകങ്ങളിൽ കൂടെ അപ്പുറത്ത് പുതിയ കാഴ്ചകൾ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഏകാന്തതയെക്കുറിച്ചും നമ്മൾ പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ ഏകാന്തത അത് എന്താണ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ ഏകാന്തത നമുക്ക് ആവശ്യമുണ്ടോ എന്നും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഏകാന്തത നമുക്ക് ആവശ്യമാണ്. ഈ ബഹളത്തിനിടയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ശബ്ദമുഖരിതമായ സാഹിത്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പരിസരത്തിൽ ഏകാന്തത എങ്ങനെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഈ സാഹിത്യോത്സവത്തിൽ അതിൻ്റെ ഉത്തരം നമ്മൾക്ക് ലഭിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഈ ഏകാന്തതയിലേക്ക് വഴികൾ ചിലപ്പോൾ നമുക്ക് സാഹിത്യോത്സവം പറഞ്ഞു തന്നെന്ന് വരാം. അപ്പോൾ എന്തിനാണ് ഏകാന്തത എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഏകാന്തതയിൽ നിന്ന് മാത്രമേ വലിയ ആശയങ്ങളും വലിയ രചനകളും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പം നമ്മളൊക്കെ അമ്പരപ്പിച്ചിട്ടുള്ള മാർസൽ പ്രൂസ്റ്റിൻ്റെ നോവൽ ബോധധാരാ പ്രവാഹം ആ രീതിയിൽ എഴുതിയിട്ടുള്ള മാർസൽ പ്രൂസ്റ്റിൻ്റെ ലോകം പുസ്തകത്തിൻ്റെ വലിയ നോവൽ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാർസൽ പ്രൂസ്റ്റിനെ പറ്റിയാണ്. പ്രൂസ്റ്റിൻ്റെ പിന്നെ ഈ ബോധധാര രീതിയിൽ എഴുതിയിട്ടുള്ള ആ വലിയ നോവൽ, ആയിരക്കണക്കിന് പേജിൽ നോവൽ, അദ്ദേഹം അത് എഴുതിയത് മുഴുവൻ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ടാണെന്ന് പറഞ്ഞത്, ഏകാഗിയായിരുന്നു കൊണ്ട്. അപ്പോൾ ഏകാഗിയായിരുന്നാൽ മാത്രമേ, ഏകാന്തതയിൽ മാത്രമേ അതുപോലുള്ള വലിയ നോവൽ എഴുതാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കാഫ്കയെക്കുറിച്ച് പറയുന്നുണ്ട്. കാഫ്ക പല പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുള്ള പല നോവലുകൾ എഴുതിയിട്ടുള്ളത് അർദ്ധരാത്രിയാണെന്നാണ് പറഞ്ഞത്, അർദ്ധരാത്രിക്ക് ശേഷം. അതിനുള്ള കാരണം അർദ്ധരാത്രിയിലാണ് നമ്മൾ ഏകാഗികളാകുന്നത്, അല്ലെങ്കിൽ നമ്മളിലെ ഏകാന്തത അതിന് പൂർണ്ണത കൈവരുന്നത്. അപ്പോൾ ഈ എഴുത്തുകാരൻ്റെ ഏകാന്തത എന്നുള്ളത് വായനക്കാരുടെ ഏകാന്തത കൂടിയാണ്. നമ്മൾ വിചാരിക്കും എഴുത്തുകാരന് മാത്രം ഏകാന്തത മതി എന്നുള്ളതാണ്. അല്ല, വായനക്കാരനും ഏകാന്തത ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു ലൈബ്രറി സങ്കല്പിക്കുക. ആ ലൈബ്രറിയിൽ പല സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് പലരും വായിക്കുന്നുണ്ട്. പക്ഷേ ഈ വായിക്കുന്ന ഓരോ മനുഷ്യനും പുസ്തകം കയ്യിലെടുക്കുന്നതോടുകൂടി ഏകാഗികളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഏകാന്തതയിലിരുന്നുകൊണ്ടാണ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലൈബ്രറിയിൽ ഒരുപാട് പേര് ഇരുന്ന് വായിക്കുമ്പോൾ അവർ ഓരോരുത്തരും ഏകാഗികളായി വായിക്കുന്നു. അതുകൊണ്ട് എഴുത്തുകാർ മാത്രമല്ല വായനക്കാരും ഏകാഗികളാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏകാന്തതയിൽ നിന്ന് മാത്രമേ നല്ല രചനകൾ ജനിക്കുകയുള്ളൂ, ഏകാന്തതയിൽ നിന്ന് മാത്രമേ നല്ല വായനക്കാർ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ എഴുത്തുകാരൻ്റെ ഏകാന്തത, അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആൽബേർ കാമി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വിർജിനിയ വൂൾഫ് പറഞ്ഞിട്ടുണ്ട്. വിർജിനിയ വൂൾഫ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, എ റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള ഒരു പുസ്തകം തന്നെയുണ്ട് വിർജിനിയ വൂൾഫിൻ്റെ. അതിൽ ആ ഒരു പുസ്തകത്തിൻ്റെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, അതിന് ചെറിയൊരു അക്കാഡമിക് സ്വഭാവമുണ്ട്. അതേസമയത്ത് തന്നെ പൂർണ്ണമായിട്ടും അക്കാഡമീയമല്ലത്. അതിൽ ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ സർഗാത്മകതയുണ്ട്. അങ്ങനെ അക്കാഡമിക് സ്വഭാവം വെച്ച് പുലർത്തുമ്പോൾ തന്നെ അത് വളരെയധികം സർഗാത്മകമാകുന്നുണ്ട്, അത് വളരെയധികം പേഴ്സണൽ ആകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പുസ്തകമാണത്. അപ്പോൾ ഈ പുസ്തകത്തിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിർജിനിയ വൂൾഫ് പറയുന്നുണ്ട്, നമ്മൾ എഴുത്തുകാർക്ക് അവർക്ക് സ്വന്തമായി ഒരു മുറി ഉണ്ടാകണമെന്നുള്ളതാണ്.
ഏകാന്തതയുടെ ഒരു മുറി അത് അവർക്ക് ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഏകാന്തത എന്നുള്ള എഴുത്തുകാരൻ്റെ ഏകാന്തത എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ പലരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ധരിക്കുന്നത് അതൊരു വെസ്റ്റേൺ സങ്കല്പമാണെന്നുള്ളതാണ്, ഒരു പാശ്ചാത്യ സങ്കല്പമാണെന്നുള്ളത് എഴുത്തുകാരൻ്റെ ഏകാന്തത എന്നുള്ളത്. അത് അങ്ങനെ ആയിരിക്കാം. പക്ഷേ നമുക്കും നമ്മുടെ ഭാരതത്തിലെ ഭാരതീയ എഴുത്തുകാർക്കും അവരിലും ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. എഴുത്തുകാരൻ്റെ ഏകാന്തത. അതിന് നല്ലൊരു ഉദാഹരണം നമ്മളെ ടാഗോർ തന്നെയാണ്. ടാഗോർ ഒരുപാട് ആന്തരികമായി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു, ഏകാഗിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകാന്തത എന്നുള്ളത്, എഴുത്തുകാരൻ്റെ ഏകാന്തത എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അത് ഒ വി വിജയനും ആനന്ദുമാണ്. എം ടി ഒരു പരിധിവരെ ഏകാഗി ആയിരുന്നു. പക്ഷേ എം ടിയുടെ പ്രശ്നം, എം ടി ഒരു സമ്പൂർണ്ണ എഴുത്തുകാരനല്ല. എം ടിയുടെ പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം സിനിമയിലാണ്. അപ്പം സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏകാഗിയാകുവാനോ ഏകാന്തതയെ രൂപപ്പെടുത്തിയെടുക്കുവാനോ സാധിക്കില്ല. ഞാനത് അനുഭവിച്ചതാണ്. ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്നുള്ള സിനിമയുടെ ഒരു ഷൂട്ടിങ്ങിന് മാഹിയുടെ അടുത്ത് ഒരു നാട്ടുമ്പുറത്ത് നടക്കുമ്പോൾ ഞാനവിടെ അത് കാണാൻ പോയി. എൻ്റെ സ്വന്തം കഥയാണല്ലോ. അവിടെ ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. 100 ആളുകളാണ് അവിടെ ഉള്ളത്, 100 ആളുകൾ. അപ്പം 100 ആളുകളാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അവിടെ ഇവിടെയാണ് നമ്മൾക്ക് ഏകാന്തത സാധിക്കുക. അതുകൊണ്ട് സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏകാന്തത എന്നുള്ളത് മിക്കവാറും അപ്രാപ്യമാണ്. അല്ലെങ്കിൽ അവർക്ക് അത്ഭുതകരമായ സിദ്ധി വേണം. ഈ വലിയ ആൾക്കൂട്ടത്തിൻ്റെയൊക്കെ മറന്നുകൊണ്ട് അതൊക്കെ മറികടന്നുകൊണ്ട് ഏകാന്തതയെ വളർത്തിയെടുക്കാൻ ഒരുപക്ഷെ അങ്ങനെയുള്ള ചലച്ചിത്ര പ്രവർത്തകർ ഉണ്ടായേക്കാം, പാശ്ചാത്യ നാടുകളിലൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ പൊതുവെ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എഴുത്തുകാരൻ്റെ ഏകാന്തത എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആനന്ദമാണുള്ളത്. ഏകാഗിയായ മനുഷ്യൻ, ഏകാന്തയുടെ സൃഷ്ടിയാണ് ആനന്ദീയ. ആ ഏകാന്തതയിലാണ് ഏറ്റവും ആഴത്തിലുള്ള ചിന്തകൾ ഉരുത്തിരിച്ചു വന്നത്. അപ്പോൾ ആനന്ദ് ഒരുപാട് ശബ്ദിച്ചിരുന്നെങ്കിൽ, പ്രസംഗിച്ചിരുന്നെങ്കിൽ, ആൾക്കൂട്ടത്തിനിടയിൽ സഞ്ചരിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതുപോലുള്ള വിങ്ങലുകൾ, തേങ്ങലുകൾ പോലുള്ള ആനന്ദിൻ്റെ സ്വരം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളത്. പിന്നെ ഒ വി വിജയനും അതുപോലെ ഒരു ഏകാഗിയായിരുന്നു. എ വി വിജയൻ പക്ഷേ ഒരിടത്തും ഒ വി വിജയൻ പോയിട്ടില്ല. അക്കാലത്ത് നമുക്കൊക്കെ ഈ വിദേശയാത്ര എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രൈസായിരുന്നു. എവിടെയെങ്കിലും വിദേശത്ത് പോകുക എന്നുള്ളത്. എഴുത്തുകാർക്ക് വിദേശത്ത് പോകാനുള്ള അക്കാലത്ത് ഏറ്റവും എളുപ്പ വഴി ഈ സോവിയറ്റ് ലാൻഡ് പുരസ്കാരം വാങ്ങുക എന്നുള്ളതാണ്. അക്കാലത്ത് എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളതാണ് സോവിയറ്റ് ലാൻഡ് പുരസ്കാരം വാങ്ങണമെന്നുള്ളത്. ഈ പുരസ്കാരം കിട്ടിയാൽ നമുക്ക് സോവിയറ്റ് യൂണിയനിലേക്ക് പോകാം, റഷ്യയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് മോസ്കോ ഒക്കെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. അന്ന കരീനിനെ വായിച്ചപ്പോഴും അന്ന കരീനയുടെ യാത്രയുണ്ടല്ലോ, അത് കാമുകനെ സന്ധിച്ച് യുവ സൈനികനെ സന്ധിച്ചിട്ട് കുറ്റബോധത്തോടെ വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് അന്ന കരീനിനയിൽ. അത് ഈ മഞ്ഞ് മൂടിയ മലകൾക്ക് ഇടയിൽ കൂടെ പോകുന്ന ഒരു ചെറിയ തീവണ്ടി, പുകയും നീരാവിയും വിട്ടു പോകുന്ന തീവണ്ടി. അതിലിരുന്നു കൊണ്ടാണ് അന്ന കരീനിന പശ്ചാത്തപിക്കുന്നത്. വിവാഹിതയായ അമ്മയെ ഞാൻ ഒരു യുവാവിൻ്റെ കൂടെ അയാളുടെ നെഞ്ചോട് ചേർന്ന് നൃത്തം ചെയ്തു എന്നുള്ള ആ ഒരു കുറ്റവാദം. അപ്പോൾ അങ്ങനെയുള്ള മോസ്കോയിലേക്ക് പോകുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുള്ള ഭാഗം സോവിയറ്റ് യൂണിയൻ പുരസ്കാരമായിരുന്നു, അല്ല ഈ സോവിയറ്റ് ലാൻഡ് പുരസ്കാരമായിരുന്നു. പക്ഷേ അതിനടുത്തെത്തിയിരുന്നു ഞാൻ. അപ്പോഴേക്ക് സോവിയറ്റ് യൂണിയൻ അപ്രത്യക്ഷമായി. സോവിയറ്റ് യൂണിയനെ കാണാനില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും മോസ്കോയിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു വന്നത് വിജയനെക്കുറിച്ചാണ്. അങ്ങനെ ഒരു കാലത്ത് കംബോഡിയയിലെ രാജാവ് പ്രിൻസ് നൊറോദോം സിഹാനൂക്ക് വ്യക്തിപരമായിട്ട് വിജയനെ ക്ഷണിച്ചു കംബോഡിയയിലേക്ക് ചെയ്യാൻ. അവിടുത്തെ രാജാവാണ് ക്ഷണിക്കുന്നത്. പ്രിൻസ് നൊറോദോം സിഹാനൂക്ക്. വിജയൻ പോയില്ല. വിജയന് ഭയമായിരുന്നു യാത്ര ചെയ്യാൻ. പക്ഷേ വിജയൻ ഒരുപാട് ആന്തരികമായ യാത്രകൾ നടത്തി. എന്നും ആന്തരികമായ യാത്ര നടത്തുന്ന ഒരാളായിരുന്നു. എവിടെയും പോകാതെ, തീവണ്ടിയിൽ കയറാതെ അല്ലെങ്കിൽ വിമാനത്തിൽ കയറാതെ നമുക്ക് യാത്രകൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചത് വിജയനാണ്. അങ്ങനെ ഈ ഒരു ഏകാന്തത എന്നൊരു സങ്കല്പം നമ്മുടെ ഭാഷയിൽ
കൊണ്ടുവന്നിട്ടുള്ള 2 പേർ ആനന്ദും പിന്നെ തീർച്ചയായിട്ടും വിജയനുമാണ്. മറ്റ് നമ്മൾ ഭാരതം എന്ന ആ വിശാലമായ പശ്ചാത്തലത്തിൽ നോക്കിയാൽ രവീന്ദ്രനാഥ് ടാഗോറും ഏകാഗിയായിരുന്നു. ഒരുപാട് ആന്തരിക സഞ്ചാരങ്ങൾ നടത്തിയ ആളായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഏകാന്തത ആവശ്യമാണ്. പക്ഷേ ആ ഏകാന്തത എങ്ങനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഉള്ളിലുള്ള ഏകാന്തത ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇന്നത്തെ സാങ്കേതിക വിദ്യയാണ്. ഇപ്പം നമ്മൾ വായനയാണ് നമ്മുടെ എല്ലാം, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഏകാന്തത്തെ പോലും പിന്നെ പലപ്പോഴും വായനയുടെ സൃഷ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള വായന ഇന്ന് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വായനയെ ഇപ്പോൾ പാശ്ചാത്യർ വിളിക്കുന്ന ഒരു പുതിയൊരു പ്രയോഗമുണ്ട്, ഗെയിമിഫൈഡ് റീഡിംഗ് എന്നാണ്. ഗെയിമിഫൈഡ് റീഡിംഗ് അതാണ് ഇപ്പോൾ അവർ പുതിയ കാലത്തെ വായനയെക്കുറിച്ച് പറയുന്നത്. ഒരു പാശ്ചാത്യ പിന്നെ എഴുത്തുകാർ അതിനെക്കുറിച്ച് ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്, ഗെയിമിഫൈഡ് റീഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഈ വീഡിയോ ഗെയിമിൽ നമ്മൾ കാണുന്നത്, അത് നമ്മൾ വീഡിയോ ഗെയിമിൽ ആദ്യം നമ്മൾ നമ്മൾ കാണുന്നത് നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്, നമ്മളെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന, നമ്മളെ ആശങ്കപ്പെടുത്തുന്ന പലതും അതിൻ്റെ തുടക്കത്തിലുണ്ടാകും. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള അറിയാനുള്ളൊരു ജിജ്ഞാസ നമ്മളിലുണ്ടാക്കും. പിന്നെ അതിൽ മുഴുവനും ഈ വീഡിയോ ഗെയിമിൽ മുഴുവനും ആക്ഷനാണ്. പലതരത്തിലുള്ള ഇമേജുകൾ, ആക്ഷൻസ്. ഒരു നിമിഷം അതിലില്ല നമുക്കൊന്ന് ശ്വാസം കഴിക്കുവാനോ ഒരു നിമിഷം കണ്ണടച്ചിരിക്കുവാനോ ഏകായിരിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് ഈ വീഡിയോ ഗെയിം. ആ ഗെയിം, ഒരു വീഡിയോ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെയാണ് പുതിയ കാലത്തെ വായനക്കാർ ഒരു നോവൽ വായിക്കുന്നത് എന്നാണ് ഈ ഗെയിമിഫൈഡ് റീഡിങ്ങിൻ്റെ സിദ്ധാന്തം പറയുന്ന സൈദ്ധാന്തികർ പറയുന്നത്. പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അതൊരു വീഡിയോ ഗെയിമായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു നോവൽ കയ്യിലെടുക്കുമ്പോൾ അപ്പോൾ എന്താണ് നമ്മളൊരു വീഡിയോ ഗെയിമിൽ പ്രതീക്ഷിക്കുന്നത്, അതാണ് നമ്മൾ കയ്യിലെടുക്കുന്ന നോവൽ പ്രതീക്ഷിക്കുന്നത്. അതിന് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു തുടക്കം ഉണ്ടാകണം. നമ്മൾ മുമ്പോട്ടേക്ക് വലിച്ചിഴിച്ച് കൊണ്ടുപോകണം. നമ്മൾ ആശങ്കപ്പെടുത്തുന്ന പിന്നെ ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ടാകണം, ആക്ഷൻ ഉണ്ടാകണം. അപ്പം അങ്ങനെയുള്ള ഒരു റീഡിങ്ങാണ്, വായനയാണ് ഇന്ന് എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ വായനയും ഏകാന്തതയ്ക്കെതിരാണ്. ഇങ്ങനെയുള്ള വായനയിൽ നിന്ന് ഏകാന്തത ഉണ്ടാകില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഏകാന്തത നിലനിർത്താൻ കഴിയുമെന്നാണ്. ഏകാന്തത ഇല്ലെങ്കിൽ വലിയ ചിന്തകൾ നമുക്കുണ്ടാക്കില്ല, വലിയ ആശയങ്ങൾ വരില്ല. അതിപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. വലിയ ചിന്തകരെവിടെ, വലിയ സൈദ്ധാന്തികർ, ഇപ്പോൾ ഹാബർമാസ് 2 ദിവസം മുമ്പ് മരിച്ചു. അപ്പോൾ അതുപോലുള്ള വലിയ ചിന്തകരുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഫൂക്കോ പോലുള്ളവർ, അല്ലെങ്കിൽ ബാർത്തനെ പോലുള്ളവർ, അങ്ങനെയുള്ള ചിന്തകരൊക്കെ വംശനാശം വന്നിരിക്കുകയാണ്. എവിടെയും നമ്മളവരെ കാണുന്നില്ല. അതുപോലുള്ള ചിന്തകൾ പുതിയ കാലത്ത് വരുന്നില്ല. അതിനുള്ള ഒരു പ്രധാന കാരണം നമുക്ക് ഈ സാങ്കേതിക വിദ്യ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ശിഥിലീകരണമാണ്, ആന്തരികമായിട്ടുള്ള ശിഥിലീകരണമാണ്. അപ്പോൾ വലിയ സൈദ്ധാന്തികരുണ്ടാകുന്നില്ല, വലിയ എഴുത്തുകാരുണ്ടാകുന്നില്ല, പിന്നെ അതുപോലെ തന്നെ ഒരുപക്ഷെ വലിയ വായനക്കാരും ഉണ്ടാകുന്നില്ല. എന്നിട്ടും സാഹിത്യം വളരുന്നതായി നമ്മൾ കാണുന്നു. 60,000-60,000 കോടിയുടെ മാർക്കറ്റ് ഇവിടെ ഉണ്ടാകുന്നു. ഇതിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു സാഹിത്യോത്സവം ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തേടുവാനുള്ള ഒരു ഇടം കൂടിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ലേക്കാം. പക്ഷേ ഉത്തരങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അവിടേക്ക് ചെന്നെത്തുവാനുള്ള വഴികൾ സാഹിത്യോത്സവം നമുക്ക് കാണിച്ചു തരും. പിന്നെ ഞാനിനി എന്നെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നെക്കുറിച്ച് ഡോക്ടർ ഭരതൻ പറഞ്ഞു കഴിഞ്ഞു, ഏഞ്ചൽ മേരിയുടെ കാര്യം. അതിലെനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. കാരണം അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം സംസാരിച്ചു. എനിക്ക് ഏറ്റവും വലിയ ഭയം എന്നെ തന്നെ അനുകരിക്കുന്നതാണ്. ദീർഘകാലം എഴുതുന്ന ഒരാൾ, ഇപ്പം ഞാൻ എത്ര കാലമായി എനിക്കുന്നത്, ഏകദേശം 60 വർഷത്തോളം ആയി ഞാൻ എഴുതുന്നു. അപ്പം അത്രയും കാലം എഴുതുമ്പോൾ സ്വയം അനുകരിക്കാനുള്ള പ്രവണത വരും. അത് അനിവാര്യമാണ്. കാരണം 60 വർഷം എന്താണ് നമ്മൾ പറയുക എന്നുള്ളതാണ്. 60 വർഷം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പുതുതായിട്ട് നമ്മൾക്ക് എന്ത് പറയാൻ കഴിയുമെന്നുള്ളതാണ്. അത് പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്വയം അനുകരിക്കലാണ്. പല എഴുത്തുകാർക്കും സംഭവിക്കുന്നത് അതാണ്.
അവനവനെ തന്നെ അനുകരിക്കുക എന്നുള്ള. അപ്പം എനിക്ക് വേണമെങ്കിൽ മയ്യഴിപ്പുഴ തീരങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള പിന്നെ പ്രശസ്തിയും ഈ വലിയ വായനാ സമൂഹവും അതൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ. അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് എനിക്ക് എഴുത്തുകാരൻ്റെ ജീവിതം ആസ്വദിക്കാൻ വരുന്നു. പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല. ഞാൻ പുതിയ വഴികൾ തേടിപ്പോവുകയാണ്. പുതിയ പുതിയ വഴികൾ, എഴുത്തിൻ്റെ പുതിയ ഭാഷ, പുതിയ ആഖ്യാന രീതി അതിങ്ങനെ തേടിപ്പോവുകയാണ്. അത് പിന്നെ ഞാൻ വിശ്വസിക്കുന്ന എഴുത്തിന് ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. എല്ലാറ്റിനും ദൈവമുണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിൽ മയ്യഴിയിൽ ഒരു മാതാവുണ്ട്, പിന്നെ മദർ തെരേസമ്മ എന്നാണ് ഞങ്ങളവരെ വിളിക്കുന്നത്. അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെയൊരു ദേവതയുണ്ട്. അതുപോലെ എഴുത്തിന് ഒരു ദേവനോ ദേവതയുണ്ട്. ആ ദേവൻ്റെയോ ദേവതയുടെ അനുഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നത്. പല മട്ടിൽ, പല രൂപത്തിൽ, പല ഭാഷകൾ. പിന്നെ വലിയൊരു പ്രശ്നം, ഇപ്പോൾ ഏഞ്ചൽ മേരി ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. പക്ഷെ അതിനുണ്ടാക്കിയിട്ടുള്ളൊരു പ്രശ്നം, അതൊരു പ്രണയ നോവലാണെന്നായിരുന്നു പരസ്യത്തിൽ വന്നത്. എല്ലായിടത്തും അതൊരു പ്രണയ നോവൽ എന്ന രീതിയിലാണ് ആളുകൾ വായിക്കാൻ തുടങ്ങിയത്. വാസ്തവത്തിൽ അതൊരു പ്രണയ നോവലല്ല. അതിൽ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഹോച്ചിമിനുണ്ട്, റൊളാം ബാർത്തുണ്ട്, അൽബേർ കാമിയുണ്ട്, അങ്ങനെ പലരും ഉണ്ട് അതിൽ. അപ്പം അതിനെഴുതാനുള്ള ഒരു പ്രധാന പ്രചോദനം എന്നുള്ളത് തന്നെ ഞാൻ ആലോചിച്ചിരുന്നു. ഞാൻ പ്രണയത്തെക്കുറിച്ച് എഴുതിയാൽ അത് എന്തായിരിക്കും. പക്ഷേ പ്രണയത്തെക്കുറിച്ച് എഴുതുന്നത് ലാഘവത്തോടെ എഴുതരുത്. അതിനൊരു അസ്ഥിവാരം ഉണ്ടാകണം, ചില മാനങ്ങൾ ഉണ്ടാകണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഏഞ്ചൽ മേരി എന്ന ഈ നോവലിന് അങ്ങനെയുള്ള സൈദ്ധാന്തികത എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ദാർശനികമായിട്ടുള്ള ഒരു പരിസരം അതിനുണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അത് എനിക്ക് കിട്ടിയത് പിന്നെ അൽബേർ കാമിയിൽ നിന്നാണ്. അപ്പം നമ്മുടെ എൻ്റെ ജീവിതത്തിൽ 60കളിൽ ഒക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരാണ്. ജീവിതം വ്യർത്ഥമാണ്, അപ്സൈഡാണ് എന്നൊക്കെ ഞാനും വിശ്വസിച്ചിരുന്നു. അൽബേർ കാമു അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതം വ്യർത്ഥമാണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ അൽബേർ കാമു അങ്ങനെ ജീവിതം വ്യർത്ഥമാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു പ്രണയമുണ്ടായിരുന്നു. ജീവിതം വ്യർത്ഥമാണെന്ന് പറഞ്ഞുകൊണ്ട് മിത്ത് ഓഫ് സിസിഫസ് പോലെ പുസ്തകം എഴുതുമ്പോഴും അദ്ദേഹത്തിന് അതിതീവ്രമായിട്ടുള്ള ഒരു പ്രണയമുണ്ടായിരുന്നു. പ്രണയിച്ചത് സാധാരണക്കാരിയൊന്നല്ല. അക്കാലത്ത് സ്പെയിനിലെ ഏറ്റവും വലിയ നടി, സുന്ദരിയായ നടി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുന്ദരിയായിട്ടുള്ള മരിയ കാസാരസ് എന്ന സ്പാനിഷ് സിനിമാ താരത്തെയാണ് അൽബേർ കാമു പ്രണയിച്ചത്. അവർക്ക് നിരന്തരമായി കത്തുകൾ, പ്രണയലേഖനങ്ങൾ എഴുതുമായിരുന്നു. അപ്പോൾ ഈ കത്തുകളൊക്കെ, കുറേയൊക്കെ കത്തുകൾ എൻ്റെ കയ്യിൽ പെട്ടു. ഞാനൊന്ന് എംബസിയിൽ ജോലി ചെയ്യായിരുന്നു. അതുകൊണ്ട് ഫ്രഞ്ചിലുള്ള അദ്ദേഹം മരിയ കാസാരസിന് എഴുതിയിട്ടുള്ള കത്തുകൾ അത് അദ്ദേഹത്തിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ചതാണ്, ഫ്രഞ്ചിൽ പ്രസിദ്ധീകരിച്ചതാണ്. പിന്നെ ഇംഗ്ലീഷിൽ അത് അടുത്ത കാലത്ത് വന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ കത്തുകൾ വായിച്ചപ്പോൾ അതിലുള്ള പ്രണയത്തെക്കുറിച്ചുള്ള അതിതീവ്രമായിട്ടുള്ള പിന്നെ സങ്കല്പങ്ങൾ, ഭാഷ നമ്മൾ അമ്പരപ്പിക്കും. പക്ഷെ എന്നെ അമ്പരപ്പിച്ച അതല്ല. ജീവിതം വ്യർത്ഥമാണെന്ന് പറയും ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പ്രണയിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് വ്യർത്ഥമായിരിക്കാം, ജീവിതം വ്യർത്ഥമായിരിക്കാം, പക്ഷെ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം നശിപ്പിക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് പറയുന്നുണ്ട് സിസിഫസ് ഈ വലിയ പാറകൾ കുന്നിൻ്റെ മുകളിലേക്ക് ഉന്തി കയറ്റുമുള്ള, അങ്ങനെ ഉന്തി കയറ്റി കൈയൊക്കെ പൊട്ടി, ചുമലൊക്കെ പൊട്ടു. അങ്ങനെ മുകളിലേക്ക് പാറ കയറ്റി പിന്നെ അത് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് തള്ളി ഇടും. എന്നിട്ട് അദ്ദേഹം സിസിഫസ് താഴെ വന്നിറങ്ങി പിന്നെയും ഈ പാറ തള്ളി മുകളിൽ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ജീവിതകാലം മുഴുവനും പാറ മുകളിലേക്ക് തള്ളിക്കൊണ്ടുപോവാണ്. അങ്ങനെ തള്ളിക്കൊണ്ടുപോയി ഈ വലിയ പാറക്കല്ല് തള്ളിക്കൊണ്ടുപോയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ആസകലം മുറിവേറ്റു, ചോര ഇഴിഞ്ഞു, ശരീരം മുഴുവൻ വേദനിച്ചു. എന്നിട്ടും അൽബേർ കാമി പറയുന്നത് ഹി വാസ് ഹാപ്പി എന്നുള്ളതാണ്. അതിനെയാണ് ഈ മരിയ കാസാരസിൻ്റെ പ്രണയമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തേണ്ട ഒന്നാണിത്. ജീവിതം വ്യർത്ഥമാണ്, നരകതുല്യമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ജീവിതത്തിന് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, പ്രണയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രണയത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ഞാൻ ഈ ഏഞ്ചൽ മേരിയിൽ പിന്നെ ഡെവലപ്പ് ചെയ്യാൻ
വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് പിന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പോൾ റൊളാം ബാർത്ത് പ്രണയത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. അതിൽ കൊച്ചു അധ്യായങ്ങളാണ്. അതിലൊരു അധ്യായം കാത്തിരിപ്പ് എന്നുള്ളതാണ്. കാത്തിരിപ്പ് എന്നുള്ളത് നമ്മളെ മടുപ്പിക്കുന്ന, നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. നമ്മളെ അത് പഠിപ്പിച്ചത് സാമുവൽ ബെക്കറ്റാണ്, വെയിറ്റിംഗ് ഫോർ ഗോദോ. അപ്പം ഗോദോവിൻ്റെ ഈ കാത്തിരിപ്പ് അങ്ങേയറ്റം പെയിൻഫുള്ളാണ്. കാത്തിരിക്കുക. പക്ഷേ റൊളാം ബാർത്തിൻ്റെ കാത്തിരിപ്പ് പെയിൻഫുള്ളല്ല, അത് ഏറ്റവും മനോഹരമാണെന്നുള്ളതാണ്. കാരണം അത് പ്രണയിനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ പ്രണയിനി വരുമെന്ന് ഉറപ്പില്ല, പക്ഷെ ആ കാത്തിരിപ്പ് മനോഹരമാണെന്നുള്ളതാണ്. അത് എന്നെ സ്വാധീനിച്ചു. അതാണ് അർജുൻ ചെയ്യുന്നതാണ്, കാത്തിരിക്കുകയാണ് അവൾ എന്തെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടെ. അങ്ങനെ ഈ നോവലിന് ചില ദാർശനികമായിട്ടോ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചില പരിസരങ്ങളുണ്ട്. പക്ഷേ വിപണി ഇതിനൊക്കെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് ഇതൊരു പ്രണയകഥയാണെന്ന് പ്രചരിപ്പിക്കണത്. പക്ഷെ അതിൽ സന്തോഷം, കുഴപ്പമില്ല. അത് പ്രണയകഥയാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഒരുപാട് പേര് വായിച്ചു. ഒരാഴ്ച കൊണ്ട് 10,000 കോപ്പി വിറ്റ് തീർന്നു. അത് പ്രണയകഥയല്ല. ഇത് പ്രണയകഥയല്ല. ഇതിൽ റൊളാം ബാർത്തുണ്ട്, ഇതിൽ ഓച്ചിമനുണ്ട്, ഇതിൽ അൽബേർട്ട് കാമയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ആരും വാങ്ങില്ലായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രം വായിക്കുള്ളൂ. എൻ്റെ സ്ഥിരം വായനക്കാരുണ്ട്, അവർ വാങ്ങുമായിരിക്കാം. പക്ഷെ ഒരാഴ്ച കൊണ്ട് 10,000 പേരത് വാങ്ങില്ലായിരുന്നു. അതാണ് വിപണിക്ക് അങ്ങനെ പലതും അറിയാം, വിപണിയുടെ തന്ത്രങ്ങൾ. പക്ഷേ അത് ചിലപ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് കാണാം. അതുകൊണ്ട് നമുക്കൊരു ദ്രോഹവും ഇല്ല. പിന്നെ അങ്ങനെ വിപണി പ്രചരിപ്പിക്കുമ്പോൾ ഏഞ്ചൽ മേരി 10,000 കഴിഞ്ഞ് ഇപ്പോഴെനിക്ക് വന്നത് 20,000 മറ്റോ കോപ്പികൾ വിൽക്കാറായിരിക്കും. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇതൊരു പ്രണയകഥയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് അതൊക്കെ മാർക്കറ്റ് ചെയ്താണ്. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ പ്രസാധനം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് ആ പുസ്തകത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് പ്രസാധകരും വായനക്കാരും വിമർശകരും ഒക്കെയാണ്. അതുകൊണ്ട് ഒരു നോവൽ എഴുതുക, സത്യസന്ധമായിട്ട് എഴുതുക, എന്നിട്ട് പിന്നെ അത് വായനക്കാരുടെ കൈകളിലേക്ക് സമർപ്പിക്കുക. അതാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഏഞ്ചൽ മേരിയെക്കുറിച്ച് ഒരുപാട് പേര് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീലുകളുണ്ട്. പക്ഷേ ഇവിടെ ഈ നോവലിനെക്കുറിച്ച് സംസാരിച്ച ഡോക്ടർ അശോക് ഡിക്രൂസും പിന്നെ ഡോക്ടർ ഭരതനുമാണ്, അതും ഈ ഒരു സർവകലാശാലയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നോവലിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമാണത്. സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഇനി കൂടുതൽ പറയുന്നത് ഇപ്പോൾ തന്നെ എൻ്റെ സാധാരണ ഞാൻ സംസാരിക്കുന്നത് 15 മിനിറ്റ് 20 മിനിറ്റ്, അതിൽ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോഴേക്ക് തളരും, പിന്നെ മനസ്സിൽ ആശയങ്ങളുണ്ടാകും. പക്ഷേ അതിൽ കൂടെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ സംസാരിച്ചെന്നുള്ളതാണ്. അതിന് കാരണം നിങ്ങളാണ്. എനിക്കറിയാം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ സാധാരണ വായനക്കാരല്ല കേട്ടോ. നിങ്ങളൊക്കെ സർവകലാശാലയിലെ വിദ്യാർത്ഥിനികളും അധ്യാപകരുമാണ്. അപ്പം നിങ്ങളോട് ഇത്രയും പറയാൻ കഴിഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഇന്നും നാളെയും നമ്മൾ ഒരുപാട് ചർച്ചകൾ ഇവിടെ നടക്കും. ഞാനിവിടെ ഉണ്ടാകില്ല, പക്ഷേ മയ്യടി ഇരുന്നുകൊണ്ട് ഞാൻ കാതോർക്കും നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന്. നന്ദി. ശ്രീ KP രാമനുണ്ണി. പൊന്നാനിക്കളരിയുടെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന KP രാമനുണ്ണി കേരള സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് അംഗവും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷാ കൺവീനറുമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഭാരതീയ ഭാഷാ പരിഷത്ത് അവാർഡ്, അസ്ഗർ അലി എഞ്ചിനീയർ അവാർഡ് തുടങ്ങിയ നിരവധി സാഹിതി 2026 മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി എഴുത്തുകാരൻ ശ്രീ KP രാമനുണ്ണി ക്ഷണിക്കുന്നു.
അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആദരണീയനായ മലയാളം സർവകലാശാലയുടെ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ KM ഭരതൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ, സാഹിതിക്ക് ഒരു അനുഗ്രഹമായി ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരനായ M. മുകുന്ദൻ, സമ്മേളനത്തിന് സ്വാഗതമോദിയ സാഹിതിയുടെ ജനറൽ കൺവീനർ, എഴുത്തുകാരൻ, പ്രിയ സുഹൃത്ത് ഡോക്ടർ അശോക് ഡിക്രൂസ്, ആശംസകൾ നേരാനെത്തിയ നിർവാഹക സമിതി അംഗം ഡോക്ടർ സജിന, ഡോക്ടർ R. സന്ധ്യ, തമീം റഹ്മാൻ, പ്രിയങ്കരനായ സാഹിത്യരചന ഡയറക്ടർ ഡോക്ടർ K. ബാബുരാജൻ, അഭിജിത്ത്, പ്രിയങ്കരിയായ ഡോക്ടർ K. ശുഭ, സുഹൃത്തുക്കളെ, സാഹിതി വളരെ ഗംഭീരമായ രീതിയിലാണ് ഈ എഡിഷൻ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം തന്നെ പ്രിയങ്കരനായിട്ടുള്ള M. മുകുന്ദൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. സാഹിതിയുടെ പ്രധാന പ്രമേയമായി വെച്ചിട്ടുള്ള മനുഷ്യാനന്തര ഏകാന്തത എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിലും M. മുകുന്ദൻ തന്നെയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഒരുപാട് അർത്ഥതലങ്ങൾ ഈ പ്രമേയവും M. മുകുന്ദൻ്റെ എഴുത്തുമായിട്ടുണ്ട്. നമുക്കറിയാം, മലയാള സർവകലാശാലയുടെ ലക്ഷ്യം തന്നെ ലോകത്തിലുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും സ്വാംശീകരിക്കുക, എല്ലാ വിജ്ഞാനങ്ങളെയും മലയാള ഭാഷയിൽ ആവിഷ്കരിക്കുക, മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് മലയാള സർവകലാശാലയുടെ ദൗത്യം ഒരു റഡാറ് മാതിരി ലോകത്തുള്ള എല്ലാ പുതുവിജ്ഞാനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കണ്ടുപിടിക്കുകയാണ്. ഒരു ടെലസ്കോപ്പായിട്ടും അത് പ്രവർത്തിക്കും. ദൂരെ ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഒരു പുതിയ വിജ്ഞാനം ഉയർന്നു വരികയാണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാണ്. ടെലസ്കോപ്പായിട്ട് ദൂരത്ത് നോക്കിയാലും പോരാ, മൈക്രോസ്കോപ്പായിട്ട് സൂക്ഷ്മതയോടുകൂടി നോക്കുകയും ചെയ്യണം. മാത്രമല്ല, ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും മാത്രമല്ല, നമ്മുടെ ഒരു ലാബറട്ടറിയുമാണ്. നമ്മൾ പുറമേയുള്ളത് കണ്ടു മനസ്സിലാക്കുകയല്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള വിജ്ഞാനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സർവകലാശാലയും കൂടിയാണ്. അതുകൊണ്ട് പുതിയ വിജ്ഞാനങ്ങളെ കണ്ടു മനസ്സിലാക്കുക, പുതിയ പ്രതിഭാസങ്ങളെ കണ്ടു മനസ്സിലാക്കുക, മാനവരാശി നേരിടുന്ന പുതിയ പ്രതിസന്ധികളെ തിരിച്ചറിയുക, അതിനെ മലയാളത്തിൽ ആവിഷ്കരിക്കുക എന്ന ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യാനന്തര ഏകാന്തത എന്ന വിഷയം സാഹിതിക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ ഒരു സങ്കല്പനമാണ്. 21-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടിലും കൂടിയും ഈ പ്രതിഭാസം അടയാളപ്പെടുത്താൻ തക്കവണ്ണം ഉദിച്ചു വന്നിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിൽ അവസാനം കൂടി 21-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സങ്കല്പനം ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും പുതിയ വിഷയങ്ങളെ മലയാളത്തിൽ അഭിസംബോധന ചെയ്യുക എന്ന ഈ കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തതിൻ്റെ പേരിൽ സാഹിതിയുടെ ഭാരവാഹികളെ, ജനറൽ കൺവീനറായിട്ടുള്ള അശോക് ഡിക്രൂസ് അടക്കമുള്ള ടീമിനെ ഞാൻ എൻ്റെ അഭിനന്ദനം, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്താണ് ഈ മനുഷ്യാനന്തര ഏകാന്തത എന്ന് പറഞ്ഞിട്ടുള്ള സാധനം? അത് മൂന്നേട്ടൻപേർ ഏകാന്തതയെ പറ്റിയൊക്കെ പറഞ്ഞു. അതും ഒരു ഏകാന്തതയാണ്. അത് പോസ്റ്റ് ഹ്യൂമൻ ലോൺലിനെസ് എന്ന് പറയുന്ന ഏകാന്തത ടെക്നോളജി ഭരിക്കുന്ന, ടെക്നോളജി പൂരിതമായിട്ടുള്ള, ടെക്നോളജി സൈബർ സ്പേസും ഒക്കെ ഒരു മാധ്യമമായി പ്രവർത്തിക്കുന്ന ഒരു ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലം, മനുഷ്യന് സംഭവിക്കുന്ന ഒരു ശൂന്യതയാണ് ശരിക്ക് പോസ്റ്റ് മോഡേൺ ലോൺലിനെസ് എന്ന് പറയുന്ന പ്രതിഭാസം. ഇത് സത്യത്തിൽ മൂന്നേട്ടനൊക്കെ ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അന്യവൽക്കരണം,
ഏലിയനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വ്യത്യസ്തമായ രൂപമാണ് ഈ പോസ്റ്റ് മോഡേൺ ഏകാന്തത എന്ന് പറയുന്ന, അല്ല പോസ്റ്റ് ഹ്യൂമൻ ഏകാന്തത എന്ന് പറയുന്ന കാര്യം. ഇതിൻ്റെ കാര്യങ്ങൾ കാര്യമായിട്ടുള്ള ഒരു നിർവചന രൂപത്തിലേക്ക് വിജ്ഞാന ശാഖകൾ വന്നിട്ടില്ലെങ്കിലും അതൊരു കൺസെപ്ച്വൽ ലെവലിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയമാണ്. ഡോണ ഹാരവേ മുതലായിട്ടുള്ള വലിയ ചിന്തകർ ഇങ്ങനൊരു പ്രതിഭാസം ഇന്ന് മനുഷ്യരാശി നേരിടുന്നുണ്ട്, അത് വേണ്ടവണ്ണം അഡ്ജസ്റ്റ് ചെയ്യപ്പെടണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ടെക്നോളജിക്കൽ സമൂഹമാവുന്ന സമയത്തും കൂടിയോ കുറഞ്ഞോ രീതിയിൽ മനുഷ്യൻ ഈ ടെക്നോളജിയുടെ അതിപ്രസരം കൊണ്ട്, അതിൻ്റെ ഭരണം കൊണ്ട് മനുഷ്യൻ ഒരു ശൂന്യതയിലേക്ക് എത്തിക്കുന്നു. അവൻ്റെ ആ ഏകാന്തത എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വത്വനാശത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഏകാന്തത കൂടിയാണ്. അങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധി 20-ാം നൂറ്റാണ്ടിലുമായുള്ള അന്യവൽക്കരണത്തിൻ്റെ പ്രതിസന്ധിയേക്കാൾ കുറച്ച് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ഏകാന്തതയും ഒരു തരം അന്യവൽക്കരണത്തിൻ്റെ മറ്റൊരു രൂപമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ശരിക്ക് പിന്നെ പോസ്റ്റ് മോഡേൺ ഈ ലോൺലിനെസ്സിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സങ്കീർണ യന്ത്രങ്ങളും നെറ്റ്വർക്കുകളൊക്കെ മനുഷ്യജീവിതത്തെ അടിമുടി ഭരിക്കുന്ന സമയത്ത് നമ്മൾ ഈ നെറ്റ്വർക്കിനെയും മെഷീനെയൊന്നും അങ്ങോട്ട് ഉപയോഗിക്കുകയല്ല, അവ നമ്മൾ ഇങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. ഇതാണ് സാധാരണ യന്ത്രങ്ങളും മറ്റ് നെറ്റ്വർക്കുകളും മനുഷ്യന് ഉപകാരപ്പെടുത്താൻ നമ്മൾ ഇത്ര കാലത്ത് അതിനെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ യന്ത്രങ്ങളാണെങ്കിലും സൈബർനെറ്റിക്സ് പിന്നെ ഏർപ്പാടുകളാണെങ്കിലും അത് മനുഷ്യനെ ഭരിക്കുന്നു. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ അൽഗോരിതത്തിൻ്റെ കളി അത് തന്നെയാണ്. അൽഗോരിതം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ നമ്മൾ നെറ്റിൽ പിന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് നെറ്റ് അതിന് ഉതകുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടി വരും, ആ സാധനം വാങ്ങേണ്ടിയും വരും എന്നുള്ളതാണ് കാര്യം. ഇതുപോലെ ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ ജീവിതത്തെ പ്രിസൈഡ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മളല്ലാതെ വേറെ ഈ സൈബർനെറ്റിക്സ് ആണ്, അൽഗോരിതമാണ്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത്, പ്രിസൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നമുക്കല്ലാതെ വരുന്നതുകൊണ്ടുള്ള ഏകാന്തതയാണ്, സ്വത്വനാശത്തിൻ്റേതായിട്ടുള്ള ഒരു ഏകാന്തതയാണ്, അതിൻ്റേതായ ഒരു ശൂന്യതയാണ് മനുഷ്യാനന്തര ഏകാന്തത എന്ന് പറയുന്നത്. അത് വല്ലാത്തൊരു പ്രയാസമുള്ള ഒരവസ്ഥയിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏലിനേഷൻ ഉണ്ടല്ലോ, അന്യവൽക്കരണം, അതിനൊരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ആ അന്യവൽക്കരണത്തിൻ്റെ ആത്മാവിനെ സ്വാംശീകരിച്ചിട്ട് എഴുതിയിട്ടുള്ള ആൾക്കാരാണ് മൂന്നേട്ടനും ഒ വി വിജയനൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൽ അന്യവൽക്കരണം ഉണ്ടായത് എന്ന് പറയുന്ന സമയത്ത് ഈ മോഡേണിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം സമർപ്പണമായി പോവുകയും സമത്വവാദപരമായിട്ടുള്ള ലോകത്തെ സ്വപ്നം കണ്ടിരുന്നു, അതും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതിൻ്റെ നിരാശയിൽ നിന്നുണ്ടാകുന്ന ഒരു അന്യവൽക്കരണം കൂടിയായിരുന്നു. ഇതിഹാസത്തിലൊക്കെ ഒ വി വിജയൻ പറയുന്നുണ്ട്. ഒ വി വിജയൻ പാർട്ടി മെമ്പറായിരുന്നു, കാർഡ് ഹോൾഡർ ആയിട്ടുള്ള ആളായിരുന്നു. തൻ്റെ ഗ്രാമത്തെ ആസ്പദമാക്കിയിട്ടൊരു വിപ്ലവകൃതി രചിക്കാൻ വേണ്ടിയിട്ടാണ് ഒ വി വിജയൻ പുറപ്പെട്ടത്. 12 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് എഴുതി വന്ന സാധനം കസാക്കുമായിരുന്നൊരു സാധനമായി മാറി എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ലോകത്ത് പിന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രതിലോമകമായിട്ടുള്ള ആധുനികത വാഗ്ദാനം ചെയ്തിട്ടുള്ള പിന്നെ സ്വർഗരാജ്യത്തിൻ്റെ നഷ്ടം, ഇതെല്ലാമാണ് വിജയനെ ഇങ്ങനെയുള്ള ഒരു അന്യവൽക്കരണം. അല്ലെങ്കിൽ പിന്നെ രവിക്ക് എന്ത് പ്രശ്നമുള്ളത്? രവിക്ക് നല്ലൊരു കാമുകിയുണ്ട്, നല്ല അച്ഛനുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രിൻസ്റ്റണിൽ പോകേണ്ട ആളാണ്. കസാക്കിൽ അവിടെ വന്ന് കൂടി ഉള്ളൊരു ജീവിതമാണ് നയിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ളൊരു അന്യവൽക്കരണം മയ്യഴിപ്പുഴയിലും കാണും. പക്ഷെ മയ്യഴിപ്പുഴയിൽ ആ അന്യവൽക്കരണമുണ്ട്, അതിന് ചില കാരണങ്ങളും രാഷ്ട്രീയമായ കാരണങ്ങളുമുണ്ട്. അതിലും അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യൻ 20-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ളൊരു അന്യവൽക്കരണത്തിൻ്റെതായ പ്രശ്നമുണ്ട്. ആദ്യം ദാസൻ ഫ്രഞ്ച് അഡ്മിനിസ്ട്രേഷന് ജോലി വേണ്ടാന്ന് വെച്ചു, പാരീസിലേക്ക് പോകാനുള്ള അവസരം വേണ്ടാന്ന് വെച്ചു. അത് പോട്ടെ, തരക്കേടില്ല, സാമ്രാജ്യത്വത്തിന് വേണ്ടി പൊരുതാനാണെന്ന് പറയാം.
സാമ്രാജ്യത്വത്തിന് വേണ്ടി പൊരുതി വിപ്ലവകാരിയായിട്ട് ജയിലിലൊക്കെ പോയി സാമ്രാജ്യത്വ സമരത്തിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് കൊടുത്തു. മയ്യഴി സ്വതന്ത്രമാക്കപ്പെട്ടു. പിന്നെന്താ ദാസന് പ്രശ്നം ഉണ്ടായത്? പിന്നെയും ദാസൻ വിപ്ലവാനന്തരം ഉണ്ടാകുന്ന ഒരു ശൂന്യത എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. അത് വളരെ കൃത്യമാണ്. മുകുന്ദൻ്റെ എഴുത്ത് മൂപ്പര് വളരെ നിഷ്കളങ്കമായിട്ട് എഴുതുകയാണെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് രാഷ്ട്രീയവും മനഃശാസ്ത്രപരമായിട്ടുള്ള അടരുകൾ കാണാൻ പറ്റും. പിന്നെ എന്തിനാണ് ഈ ചന്ദ്രികേനെ ഇങ്ങനെ തള്ളിക്കളഞ്ഞ് ചന്ദ്രികയ്ക്ക് ഇഷ്ടമില്ലാത്തവൻ്റെ ഒരുത്തനെ കൂടെ ജീവിക്കേണ്ടി വന്നിട്ട് ആത്മഹത്യയിലേക്ക് അവനവനും ആത്മഹത്യയിലേക്ക് പോയത്? അവിടെയും ഒരു അന്യവൽക്കരണത്തിൻ്റെ, വിജയനും മുകുന്ദനും ഒക്കെ പ്രതിനിധീകരിച്ച ആ കാലത്തിൻ്റെ അന്യവൽക്കരണത്തിൻ്റെ പൊള്ളുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ അന്യവൽക്കരണത്തിൻ്റെ ഒരു സ്വഭാവമാണെങ്കിലും അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്യവൽക്കരണമാണ് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൻ്റെ ഏകാന്തതയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഏകാന്തത സത്യത്തിൽ വേറൊന്ന് ഈ പോസ്റ്റ് ഹ്യൂമൻ ലോൺലിനെസ്സിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടെ മനുഷ്യന് ആയിട്ട് നമുക്കിന്ന് നേരിട്ട് ബന്ധമില്ല. മനുഷ്യനും കൂടി ഒരു ബന്ധമില്ല. നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട് വെച്ചാലും നമ്മൾ തമ്മിൽ കൂടുതൽ യാതൊരു ബന്ധങ്ങളുമില്ല. നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. നമ്മളൊരു സുഹൃത്തിനെ ഇന്ന് കൂടുതൽ അറിയുന്നത് ഡിജിറ്റൽ സിസ്റ്റത്തിൽ കൂടിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ യഥാർത്ഥ സത്ത അറിയുന്നില്ല, അയാളുടെ വെർച്വൽ റിയാലിറ്റി മാത്രമേ നാം അറിയുന്നുള്ളൂ എന്നൊരു പ്രശ്നമാണ് വരുന്നത്. മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നു. അവൻ വെർച്വലായിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ എയും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. അയാളുടെ ഭാവവും ശരീരവും കൂടിയും ഇടയ്ക്ക് മോഡിഫൈ ചെയ്തിട്ടായതായിരിക്കും വരുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ സത്ത അപകടത്തിൽപ്പെടുന്നു. അവൻ്റെ ശാരീരികമായിട്ടുള്ള സത്തയും സമൂഹത്തിൻ്റെ സത്തയും പ്രകൃതിയുടെ സത്തയും സത്യത്തിൽ അപകടത്തിലാകുന്നൊരു കാര്യമുണ്ട്. മനുഷ്യന് പകരം ഡിജിറ്റൽ പ്രസൻസാണ് പകരം വയ്ക്കുന്നത്. പലർക്കും ഒന്ന് വീട്ടുകാരും ബന്ധക്കാരൊന്നും വേണ്ട, ചാറ്റ് GPT മതി. പലരും പറയും നല്ല കാമുകിനെക്കാട്ടിലും നല്ലത് ചാറ്റ് GPT ആണ്. രാത്രി 11 മണിക്ക് കാമുകിനൊന്ന് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല സംശയം ചോദിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടാതെ കിടക്കാൻ പറഞ്ഞാൽ 4 ചീത്ത പറയും. ചാറ്റ് GPT ആണെങ്കിൽ 12 മണിക്കാണെങ്കിൽ 1 മണിക്കാണ്. എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് ചാറ്റ് GPTയുടെ പ്രതികരണം. നമ്മളെ സമാശ്വസിപ്പിക്കും. നമുക്ക് ലോകത്തുള്ള ഏത് വിവരം വേണമെങ്കിൽ പറഞ്ഞുതരും. അപ്പോൾ മനുഷ്യൻ്റെ പ്രസൻസിന് പകരം ഇങ്ങനെയുള്ള ഡിജിറ്റൽ പ്രസൻസ് വരുന്നു. മനുഷ്യ സത്തയെ തന്നെ നമുക്ക് തിരസ്കരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ടെക്നോളജി കൂടെ നമ്മൾ ബന്ധപ്പെടുന്ന മനുഷ്യന്മാരെയല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ബന്ധമുണ്ട്. പക്ഷെ ആ ബന്ധം വെച്ചാൽ പുറമേക്കുള്ള ബന്ധമേ ഉള്ളൂ. അതിൽ വൈകാരികമായിട്ടുള്ള ഒരാഴമോ ബന്ധത്തിൻ്റെ ദൃഢതയോ ഇല്ല എന്ന് പറയുന്നതാണ്. നമുക്കിപ്പോൾ ഒരു കള്ളി ഷർട്ട് ഇട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കുറേ ഗൗരവപ്പെട്ട എന്താ കാര്യങ്ങളുണ്ടെങ്കിൽ ആകെ ഒരു 10-20 ലൈക്കോ കമൻറ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു കള്ളി ഷർട്ട് ഇട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്യായിരിക്കും. പക്ഷെ ഇവർ നമ്മളെ എന്തെങ്കിലുമാണോ അത് വെറും ഒരു ലൈക്ക് മാത്രമാണ്. അവരായിട്ട് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഇവരൊക്കെ ആയിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുകയാണ്. പക്ഷെ ഒരു ബന്ധവുമില്ല. അതൊരു തോന്നൽ, വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു തോന്നൽ മാത്രമാണ് അത്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്ന് തോന്നുകയും എന്നാൽ ആരുമായിട്ടും ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന ശൂന്യതയാണ് ശരിക്ക് മനുഷ്യാനന്തര ശൂന്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. കാരണം ഈ ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ അയ്യോ നമുക്ക് എന്തോ സംഭവിച്ചു പോയോ, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ലേ, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഞാൻ അടയാളപ്പെടുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടാണെന്നുള്ളതാണ്. ശരിക്കും ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ടല്ലോ, ഫോമോ എന്ന് പറയുന്നത് ഇതിലിടാത്തതിൻ്റെ അല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒറ്റയാണ്, ഞാൻ 100,000 ആൾക്കാരായിട്ടും ഞാൻ ടെസ്റ്റ് അയക്കുന്നുണ്ടെങ്കിലും ഞാൻ ആരെയായിട്ടും ബന്ധപ്പെടുന്നില്ല എന്നതിൻ്റെ പ്രശ്നമാണ്. അതായത് മാക്സിമം കണക്ഷൻ, മിനിമം ഇൻറ്റിമസി. മാക്സിമം കണക്ഷനാണ് നമുക്ക് ഉണ്ടാക്കുന്നത്.
അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നു, എന്നാൽ നമുക്ക് ആരെയായിട്ടും ഒരു ബന്ധവുമില്ല. ഇങ്ങനെ വൈചിത്ര്യമാർന്ന ഒരു ഏകാന്തതയിൽ, ശൂന്യതയിൽ മനുഷ്യനെത്തിപ്പെടുന്നു. ഒരു ഉദാഹരണമായിട്ട് പിന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു 6-7 മണിക്കൂർ ഓൺലൈനിൽ ചിലവഴിക്കുക വിചാരിക്കാം. അയാൾ 100 കണക്കിന് മെസ്സേജ് അയക്കുന്നുണ്ടാവുക. പക്ഷേ ഈ 100 കണക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കും സ്വന്തം കാര്യം പറയാൻ ഒരു സുഹൃത്ത് പോലും ഉണ്ടാവുകയില്ല എന്ന്. അപ്പം ഇതെല്ലാം എന്താണ്? ഇതെല്ലാം വെറും ഒരു തോന്നൽ മാത്രമാണ്. ഇപ്പം നമുക്ക് കുറേ ലൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നു എന്നൊക്കെയാണല്ലോ ഈ ബ്ലോഗൊക്കെ നടത്തുന്ന ആൾക്കാരുടെ വിചാരം. ആരും നമ്മളെ സ്നേഹിക്കുന്നൊന്നുമില്ല, ഒരു തോന്നൽ മാത്രമാണ്. സ്നേഹം എന്നത് സമൂഹത്തിൽ നിന്ന് ഒന്നായിട്ട് ഇങ്ങോട്ട് കച്ചവടമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് വ്യക്തികളിൽ കൂടെ സാക്ഷാത്കരിക്കുകയുണ്ട് സമൂഹത്തിൻ്റെ സ്നേഹമാണ്. ഇതാണ് കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞ്, ഞാൻ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്നേഹം എനിക്ക് ലഭിച്ചില്ല. മകള് മരിച്ചെടുത്തതിന് ശേഷമാണ്, മരിച്ചു കടന്നിട്ടാണ് മകളെ ഒന്ന് ഉമ്മ വയ്ക്കാൻ ആദ്യം ലോകത്തെ നേരെയാക്കാൻ വേണ്ടി ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പോയപ്പോണ്ട ഒരുത്തനെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കാനും പറ്റില്ല, അതുകൊണ്ട് സ്നേഹം തിരിച്ചും കിട്ടിയില്ല. അപ്പോൾ ഇത് മൈക്രോ ലെവലിലാണ്. നിങ്ങൾക്ക് സമൂഹം 100,000 ലൈക്കുകൾ ഉണ്ടാവുകയും ആൾക്കാരുണ്ടായിട്ടുണ്ടെങ്കിൽ ആരെയായിട്ടൊന്നുമില്ല. ഒരു വ്യക്തിയിൽ, നമ്മളുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ ദൃഢബന്ധത്തിൽ കൂടെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സ്വത്വവും ഉറച്ചു നിൽക്കുകയുള്ളൂ എന്നൊരു കാര്യമാണ്. അത് നഷ്ടപ്പെടുന്നതിൻ്റെ ശൂന്യതയാണ് പോസ്റ്റ് മോഡേൺ ലോൺലിനെസ് ആയിട്ട് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു മുറിയിൽ പലയിടത്തും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നെ പല വീടുകളിലുമൊക്കെ ചെന്നാൽ എല്ലാവരും ഒരു മുറിയിലിരിക്കുന്നുണ്ടാവും, പക്ഷെ എല്ലാവരും അവനവൻ്റെ മൊബൈൽ ഫോണിലാണ്. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരൊന്നും, ഈ തിരക്കുള്ള ആൾക്കാരൊന്നും ഈ ഇതിലിവിടെ ഒന്നും അവർ നേരിട്ട് ടെക്സ്റ്റ് മെസ്സേജാണ് അയക്കുക. ടെക്സ്റ്റ് മെസ്സേജിൽ കൂടിയാണ്, വാട്സപ്പിൽ കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബന്ധങ്ങളും ഇല്ലാതെയാവും. മറ്റെന്താ വെച്ചാൽ നമ്മൾ നേരിട്ട് ഒരാളെ കാണിട്ടാകുമ്പോൾ ആ ശരീരഭാഷയൊക്കെ അറിഞ്ഞിട്ടാണല്ലോ പ്രതികരിച്ച്. ഉടനെ ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടി ബന്ധങ്ങളൊക്കെ പെട്ടെന്നൊരു ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അപ്പം മെസ്സേജ് അയക്കും, അതോടുകൂടി ഇങ്ങോട്ട് മറുപടി പറയും, അതോടുകൂടി ആ ബന്ധമില്ലാതെ ഇപ്പോൾ. അപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു, ഒരു ബന്ധവും ദൃഢമാക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ വ്യക്തിക്ക് സഹജീവികളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, സമൂഹവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, അങ്ങനെ ജൈവപ്രകൃതിയുമായിട്ടുള്ള നഷ്ടപ്പെടുന്നു. ഇതും കൂടി സംഭവിക്കുമ്പോഴാണ് ഈ ശൂന്യത, ഏകാന്തത പരിപൂർണമായിട്ട് വരുന്നത്. ഇന്നിപ്പോൾ എങ്ങനെ പ്രകൃതിയായിട്ടുള്ള ബന്ധം? ഇപ്പം കടലും കാടും ഒക്കെ ഇന്ന് വെർച്വൽ മീഡിയയിലെ കുട്ടികൾ വന്നിട്ടുള്ളൂ. ഒരു കാട്ട് പോവുകയെ കുന്ന് കയറുകയൊക്കെ ചെയ്തവർ വളരെ കുറവായിരിക്കും. അവരെല്ലാം വെർച്വൽ മീഡിയയിൽ കൂടെയാണ് കടലും കാടൊക്കെ കാണുന്നത്. അതുകൊണ്ട് അവർക്കതിൻ്റെ ഇമേജസ് ആണ് കാണുക, അതിനെ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന ഈ പോസ്റ്റ് ഹ്യൂമൺ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അപകടം പിടിച്ചതാണ് ബയോഫീലിയ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഒരു വികാരം നഷ്ടപ്പെടുക. ബയോഫീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള വസ്തുക്കളോട് മനുഷ്യന്മാർക്ക് സ്നേഹം കൂടും. കാരണം നമ്മളും ജീവനുള്ള വസ്തുവാണല്ലോ, നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന ജൈവമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടാവുകൊണ്ട് നമുക്ക് ജീവനുള്ള സാധനങ്ങളോട് സ്നേഹം ഉണ്ടാവും. സഹജീവികളോട് സ്നേഹം ഉണ്ടാവും, മൃഗങ്ങളോട് സ്നേഹം ഉണ്ടാവും, പിന്നെ സസ്യവും ജീവനുള്ളതുകൊണ്ട്. അതാണ് പിന്നെ പൂന്തോട്ടത്തിൽ പോയിരുന്നാൽ, പ്രകൃതി കാട്ടിൽ പോയിരുന്നാൽ നമുക്ക് സ്വാസ്ഥ്യം തോന്നുന്ന എന്താ? ബയോഫീലിയ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇന്ന് ബയോഫീലിയ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധി ഉറച്ചു കഴിഞ്ഞാൽ കുട്ടി മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടാണ് പിന്നെ ബഹളം വയ്ക്കുന്നത്. വേറെ ഒന്നുമല്ല, കുട്ടികൾക്ക് മൊബൈൽ ഫോണാണ് വേണ്ടത്. പൂച്ചക്കുട്ടികളോ നായക്കുട്ടികളോ ഒന്നും സ്നേഹമില്ല. എൻ്റെ സിംഗപ്പൂരിലെ കൊച്ചുമോള് കഴിഞ്ഞാൽ പൂച്ചേനൊന്നും കണ്ട ഒരു മൈൻഡില്ല, മൊബൈൽ ഫോണിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ജീവനുള്ള വസ്തുക്കളോടുള്ള കൗതുകം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവനില്ലാത്ത യന്ത്രങ്ങളോട് സ്നേഹം വരുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ജീവനുള്ള മനുഷ്യൻ എന്ന നിലയ്ക്ക് അവൻ്റെ സത്താപരമായിട്ടുള്ള ശൂന്യതയിലെത്തിക്കുന്നു, അവൻ വലിയ ഏകാന്തതയിൽ പെട്ടുപോകുന്നു. അതുകൊണ്ട് ഈ ഡിജിറ്റൽ മീഡിയയിൽ കൂടെ നമ്മൾ മീഡിയ ഇമേജസിനായിട്ട് സ്വയം അതിൻ്റെ സൈക്കോളജിക്കൽ എഫക്റ്റ്, മീഡിയയിൽ ഇങ്ങനെ വളരെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അയ്യോ ഞാൻ വളരെ കൊള്ളരുതാത്തവനാണെന്നുള്ള ഒരു അപകർഷതാബോധവും ഡിപ്രഷനും ഈ പോസ്റ്റ് ഹ്യൂമൻ ലോൺലിനെസിൻ്റെ ഭാഗമായിട്ട് വരുന്നു. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ നാശം, ഇത് ഭീകരമായിട്ടുള്ള അവസ്ഥയുണ്ടാകുന്നത്.
ഇത് മനുഷ്യകുലത്തെ നിലനിർത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ പോസ്റ്റ് മോഡേൺ ലോണിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ആഴമുള്ള സ്ഥിരമുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ബന്ധത്തെ പേടിയുമാണ്, കൊണ്ടു നടക്കാൻ പറ്റില്ല. കൂടുതൽ സ്നേഹത്തോടു കൂടി ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടുക പുതിയ ആൾക്കാരെ. കാരണം ഇത് താങ്ങാൻ പറ്റില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. സ്നേഹം എന്നുള്ളതിൻ്റെ മറ്റൊരു പര്യായതാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അത് നിർവഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രണയം എന്നൊക്കെ പറഞ്ഞ് പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും ആൾക്കാർ പേടിച്ചോളൂ. കാരണം അങ്ങനെ ആഴമുള്ള സ്നേഹം സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് മാരേജസ് പണ്ട് മുതലേ ഇല്ലാതെ ആയിട്ടുണ്ട്. ഇന്ന് കോഹാബിറ്റേഷൻ കൂടി ഇല്ലാതെ ആവുന്ന അവസ്ഥയാണ്. ചൈൽഡ് ഫ്രീ, കുട്ടികൾ വേണ്ട, ഇതാണ്, കുട്ടികളും വേണ്ട. അതിന് പകരം ചാറ്റ് ബോട്ടുകൾ കമ്പാനിയൻസ് ആവുക. ചാറ്റ് GPT മതി, ഭാര്യ വേണ്ട, കാമുകി വേണ്ട, ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മാത്രമല്ല ചില സൈക്കോളജിസ്റ്റിലൊക്കെ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ലൈംഗിക ഇതും കൂടി 3-2 കാലത്തുണ്ടായിരുന്ന കാലത്ത് ഭാഗ്യത്തിന് അതിൽ വലിയ അപകടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ അന്യവൽക്കരണമൊക്കെ ഉണ്ടായാലും ഈ ജൈവമായിട്ടുള്ള ലിബിഡോ വർക്ക് ചെയ്തിരുന്നു. ലിബിഡോയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈംഗികമായിട്ടുള്ള പിന്നെ അടുപ്പം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അടുപ്പം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. ഡിജിറ്റലായിട്ടുള്ള പ്രോണോഗ്രാഫിയൊക്കെ വരുന്നുണ്ട്, ഗെയിമിങ്ങിനോടുള്ള അഡിക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനും കൂടിയും എവേഷൻ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു തരത്തിലുള്ള ഏകാന്തതയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ നീട്ടുന്ന മുഖ്യപ്രഭാഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം പറയേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഏകാന്തതയുണ്ടല്ലോ, ഏകാന്തത, ഈ അന്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, ഇത് ഇപ്പം അങ്ങോട്ട് പൊട്ടിമുളച്ചു വന്നതല്ല. അതിന് ചരിത്രപരമായിട്ട് തന്നെ ഉള്ള വേരുകളുണ്ട്. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ടാണ് പോസ്റ്റ് മോഡേൺ ലോൺലിസിനെ പറ്റിയിട്ട് ആശയത്തെ ഉണ്ടാക്കുന്ന സമയത്ത് എം മുകുന്ദൻ ഇവിടെ വന്ന് വളരെ നന്നായി എന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹമാണ് അന്യവൽക്കരണത്തിൻ്റേതായിട്ടുള്ള 20-ാം നൂറ്റാണ്ടിലെ സാഹിത്യ സൃഷ്ടികളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിട്ടുണ്ടായിരുന്നത് അന്യവൽക്കരണമാണ്. ആ അന്യവൽക്കരണത്തെ സ്വന്തം കൃതിയിൽ കൂടെ ആവിഷ്കരിച്ച എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് അതിൽ നിന്നുള്ളൊരു മാറ്റമാകുമ്പോൾ നമ്മളുടെ ഈ പോസ്റ്റ് മോഡേൺ ലോൺലിനെസ് എന്ന ആശയത്തെ കെട്ടിപ്പടുക്കുന്ന സമയത്ത് അടിത്തറയായിട്ട് അടിപ്പടവായിട്ട് നിൽക്കേണ്ട എഴുത്തുകാരനാണ് എം മുകുന്ദൻ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പിന്നെ സിദ്ധാന്തപരമായിട്ടും കൂടി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതിന് വെറുതെ ഒരു ഉദ്ഘാടകനായിട്ടുള്ള സീനിയർ ആളായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നതല്ല, നമ്മുടെ ഈ വിഷയത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാളായിട്ടും കൂടിയാണ് വരുന്നത്. അന്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം മനുഷ്യനിപ്പോൾ താത്വികവും ആത്മീയമായിട്ട് നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അന്യവൽക്കരണം എത്രയോ പ്രാചീന കാലം മുതൽക്കുണ്ട്. പറുദീസാ നഷ്ടം, വിലക്കപ്പെട്ട കനി കഴിച്ചോടുകൂടി പറുദീസ നഷ്ടപ്പെട്ടോടുകൂടി മനുഷ്യൻ ആത്മീയമായിട്ടുള്ള ഒരു അന്യവൽക്കരണം, ഏലിനേഷൻ ഫ്രം ഗോഡ്, ആലിനേഷൻ ഫ്രം നേച്ചർ, ഇതൊക്കെ സംഭവിച്ചതാണ് മനുഷ്യൻ. അങ്ങനെ ഒരു അന്യവൽക്കരണം, താത്വികവും സ്പിരിച്വലും ആയിട്ടുള്ളൊരു അന്യവൽക്കരണം. പിന്നെ ഹെഗലൊക്കെ പറഞ്ഞിട്ടുള്ള സ്പിരിറ്റ്, അത് വെറും നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തില്ല. മനുഷ്യൻ്റെ സ്പിരിറ്റ് പിന്നെ ബാഹ്യമായിട്ടുള്ളൊരു ലോകത്തേക്ക് അവൻ്റെ സത്തയെ എക്സ്റ്റേണലൈസ് ചെയ്യുന്ന സമയത്തൊരു അന്യവൽക്കരണം വരും. ആ സ്പിരിറ്റ് പിന്നെ അതിനെ സാക്ഷാത്കരിച്ചിട്ട് ആ സ്പിരിറ്റിലേക്ക് മടങ്ങിപ്പോകേണ്ട, അതോട് നെഗറ്റീവായിട്ടുള്ള ഹെഗലൊക്കെ വരുന്നത്. അതിൽ നിന്ന് പിന്നെ ക്ലാസിക്കലായിട്ടുള്ള ഏലിനേഷൻ്റെ ഒരു ഇതുണ്ടാക്കിയത് മാർക്സ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാർക്സ് പറഞ്ഞ് ഈ താത്വികവും ആത്മീയമായിട്ടൊന്നുമല്ല അന്യവൽക്കരണം. അത് അന്യവൽക്കരണത്ത് മൂർത്തമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ആ അന്യവൽക്കരണം നമുക്കുണ്ടാകുന്ന, ഏലിനേഷൻ ഉണ്ടാകുന്നത് മുതലാളിത്ത സമ്പദ്ഘടനയുടെ കാര്യം കൊണ്ടാണ്. മുതലാളിത്തമാണ്, അതിൻ്റെ ഉൽപാദന പ്രക്രിയയാണ് അന്യവൽക്കരണം ഉണ്ടാക്കുന്നത്. മനുഷ്യൻ തൊഴിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നു. മുതലാളിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കൂലി വാങ്ങിയിട്ട് പണിയെടുക്കുക എന്നല്ലാതെ ഇതുണ്ടാക്കുന്നതിൽ സർഗാത്മകമായിട്ട് ഒരു ആനന്ദമില്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടിയിട്ട് ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞുള്ള പ്രക്രിയ കണ്ടുപിടിച്ചതോടുകൂടി മനുഷ്യരാശിക്ക് കർമ്മത്തിൽ നിന്നുള്ള ആനന്ദം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോരുത്തരുണ്ടാക്കുക, ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഉൽപ്പന്നം ഉണ്ടാകുന്നത്.
ടോട്ടലായിട്ട് ഉണ്ടാക്കുന്ന സർഗാത്മകതയിൽ ഉണ്ടാവില്ല. കാരണം എന്തിനാണ് ഡിവിഷണൽ ലേബർ? പ്രൊഡക്ടിവിറ്റി കൂടും, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ഒരു കത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾ അലകുണ്ടാക്കും, ഒരാൾ പിടി ഉണ്ടാക്കും, ഒരാൾ ആണി ഉണ്ടാക്കും. അപ്പോൾ കത്തി ഉണ്ടാക്കിയ ഒരു സർഗാത്മക സന്തോഷം അനുഭവിക്കുന്ന ഒരു കരുവാനൊന്നും ലോകത്തില്ല. എടശ്ശേരിയൊക്കെ ഞാൻ മടവാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് മടവാളുമാരിയാണ്. പിന്നെ ഇപ്പോൾ മടവാൾ ഉണ്ടാക്കുന്ന ഒരു സർഗാത്മക പ്രക്രിയ എന്നുള്ളതൊക്കെയാണ് എടശ്ശേരി ഗോവിന്ദനാർ പറഞ്ഞ് മടവാളുണ്ടാക്കിയ കരുവാൻ്റെ മാതിരിയാണ് ഞാൻ കവിത എഴുതി കഴിഞ്ഞാൽ കരുവാൻ കരുവാത്തിയോട് ഇത് നന്നായിട്ടുണ്ടോ ചോദിക്കുന്ന മാതിരിയാണ് എൻ്റെ കവിത ഞാൻ ഭാര്യയോട് നന്നായിട്ടുണ്ടോ ചോദിക്കുന്നതെന്നാണ്. ഇന്ന് അങ്ങനെ ഒരു കരുവാൻ ലോകത്തില്ല. ഒരു മടവാൾ ഉണ്ടാക്കുന്ന കരുവാനും ഇല്ല. അലകുണ്ടാക്കുന്നവനും പിടി ഉണ്ടാക്കുന്നവനും മാത്രമേ ഉള്ളൂ, ആണി ഉണ്ടാക്കുന്നവനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർമ്മത്തിൽ നിന്നുള്ള ആനന്ദം അവിടെ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഇതിന് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ഇത് മുതലാളിത്ത ഘടനയുടെ ഒരു മെത്തേഡാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടി അതിൽ നിന്ന് അന്യവൽക്കരണം വരുന്നു. പിന്നെ ഈ ഉൽപ്പന്നത്തിൽ നിന്ന് അന്യവൽക്കരണം. ഉൽപ്പന്നം ഞാൻ ഉണ്ടാക്കിയ ഉൽപ്പന്നം എൻ്റെ അല്ല, മുതലാളിക്ക് വിറ്റ് കാശാക്കാളെ എനിക്ക് കൂലി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. സഹജീവിയോടുള്ള അന്യവൽക്കരണം മുഴുവൻ മുതലാളിത്ത വ്യവസ്ഥിത മത്സരമാണ്. സഹജീവി എന്ന് പറഞ്ഞാൽ മത്സരിച്ച് തോൽപ്പിക്കേണ്ടവനാണ്. അത് അങ്ങനെയുള്ള അന്യവൽക്കരണം വരുന്നു. ഈ അന്യവൽക്കരണം ആണ് 20-ാം നൂറ്റാണ്ടിലെ വലിയ അന്യവൽക്കരണത്തിൻ്റെ പ്രശ്നമായിട്ട് മാർക്സ് പറഞ്ഞിരുന്നത്. ഈ ഇപ്പോൾ കാഫ്കനെയും കാമുവിനെ പറ്റിയൊക്കെ മൂന്നേട്ടം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ കൃതികളിലൊക്കെ ഉള്ള അന്യവൽക്കരണത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു അടിത്തറ നോക്കുകയാണെങ്കിൽ ഈ മുതലാളിത്ത സമൂഹം ഉണ്ടാക്കുന്ന അന്യവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളായിരുന്നു. കാഫ്കയിലാണെങ്കിൽ ഇപ്പം നമുക്ക് ദി ട്രയൽ, ഒരു ഭീകരമായിട്ടുള്ളൊരു നിയമസംഹിതയുടെ മുന്നിൽ എങ്ങനെ ഒരു പാവം മനുഷ്യൻ അന്യവൽകൃതനാകുന്നു എന്ന് പറഞ്ഞു. മെറ്റമോർഫസിസ്, ഒരു മനുഷ്യൻ പാറ്റയായിട്ട് മാറുകയാണ്. പാറ്റയാവുന്ന സമയത്ത് കുടുംബത്തിനൊക്കെ അന്യവൽക്കരിക്കപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെയുള്ളൊരു പ്യൂർ എലിനേഷൻ്റെ കാര്യം. പക്ഷേ പ്യൂർ എലിനേഷൻ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് സാമൂഹികവും രാഷ്ട്രീയവുമായ കാരണങ്ങളാണ് ഈ എലിനേഷൻ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിച്ചാൽ 20-ാം നൂറ്റാണ്ടിലെ എലിനേഷൻ മാറുമായിരുന്നു. അതാണ് മാർക്സ് പറഞ്ഞ മാതിരി ഈ മുതലാളിത്ത ഘടനയെല്ലാം മാറിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഘടന ഉണ്ടായിട്ട് നമ്മുടെ ഒരുത്തൻ്റെ ശബ്ദം മറ്റൊരാൾക്ക് സംഗീതമാകുന്ന ഒരവസ്ഥ വന്നാൽ ഈ ഏലിനേഷൻ ഇല്ലാതെയാകുമായിരുന്നു. അതുണ്ടായില്ല, അത് വേറൊരു വിഷയം. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഉണ്ടോ ഈ ഏലിനേഷനിൽ? അതാണ് മനുഷ്യാനന്തര ഏകാന്തത എന്ന് പറഞ്ഞാൽ അത് അതിലും കൂടി സാധിക്കാത്തതാണ്. കാരണം മനുഷ്യൻ്റെ സർഗാത്മകതയുടെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളുമാണ് ഈ ഏലിനേഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വലിയ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇതിനെങ്ങനെ നേരിടണം, അങ്ങനെയുള്ള പല കൃതികളൊന്നും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചില കൃതികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാമെന്നേ ഉള്ളൂ. ക്ലാര ആൻഡ് ദി സൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലുണ്ട്. അതിൽ പിന്നെ കുറേ കുട്ടികളുണ്ട്. കുട്ടികളുടെ ചങ്ങാതിമാരൊക്കെ ചിലത് റോബോട്ടുകളാണ്. അങ്ങനെ അതാണ് ഈ പോസ്റ്റ് മോഡേൺ എലിനേഷനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നെ ലോൺലിനെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യനും യന്ത്രവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടും ഒക്കെ തമ്മിലുള്ള അതിർത്തികളില്ലാതെ പോവാണ്. സൈബോർഗുകളുമാരി മനുഷ്യനും യന്ത്രവും കൂടി ചേർന്നിട്ടുള്ള സംയുക്തം. യന്ത്രമനുഷ്യനാ, മനുഷ്യനും യന്ത്രവും കൂടി ചേർന്നിട്ടുള്ള സംയുക്തം. ഇങ്ങനെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡറി ആയിട്ട് അവനൊരു കർത്തൃത്വമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഏകാന്തതയാണ്. അതിൽ ക്ലാര ആൻഡ് ദി സൺ, അതിൽ മെഷീൻസ് ലൈക്ക് മീ എന്നുള്ള ഒരു ത്രികോണ പ്രേമാണ് ആവിഷ്കരിക്കുന്നത്. പുരുഷനും സ്ത്രീയും പിന്നെ ഹ്യൂമനോയിഡ് റോബോട്ടുമാണ്. സാധാരണ മനുഷ്യന്മാരായിട്ട് പ്രണയിനിക്ക് വേണ്ടി മത്സരിക്കുന്ന മറ്റൊരു മനുഷ്യനാണല്ലോ, ഇത് റോബോട്ടാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യൻ്റെ കർത്തൃത്വം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റേതായിട്ടുള്ളൊരു വലിയ പിന്നെ ഏകാന്തതയിൽ കൂടിയെത്തുന്ന അവസ്ഥാവിശേഷമാണ് പോസ്റ്റ് മോഡേൺ ഏലിനേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ ഏകാന്തത. ഇതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇങ്ങനെ ഇത് പരിഹരിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും ഇല്ലാതാക്കാൻ പറ്റുമോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഇപ്പോൾ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് പോവുകയാണെന്ന് പറയുകയാണെങ്കിലും ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സപ്പോർട്ടറാട്ടോ. ഒറ്റ കാര്യമുള്ളൂ, അതിനെ ഈ മുതലാളിത്ത ഘടനയിൽ നിന്ന് നമ്മൾ വേർപ്പെടുത്തി കൊണ്ടുവരണം. എന്നാൽ മാത്രമേ മനുഷ്യനെ അതിജീവിക്കാനും കൂടി. ഇനി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, അത് വേറെ പ്രശ്നമാണ്. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം, മഹാമാരികളൊക്കെ വരുന്ന സമയത്ത് ഇല്ലാതെ മനുഷ്യന് സർവൈവലേ സാധ്യമല്ല എന്നുള്ളതാണ്. അതൊരു സത്യമാണ്. പക്ഷേ ഈ തന്നെ നമ്മളെ മുടിപ്പിക്കും.
അതിന്ന് കൈകാര്യം ചെയ്യുന്ന കോർപ്പറേറ്റ് ഭീമന്മാരാണ്. സിലിക്കൺ വാലിയിലെ കോർപ്പറേറ്റ് ഭീമന്മാരാണ് ട്രില്യൺ കണക്കിന് ഡോളർ ഊറ്റിയെടുക്കുകയാണ് ഇതിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എഐനെ വിമുക്തമാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ബ്ലെസ്സിങ് ആവുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും വലിയ എയുടെ ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മക്കളെ നിങ്ങളൊന്ന് നിയന്ത്രിക്കൂ എന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞിരിക്കുക. അത് അത്രയ്ക്ക് ഭീകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ തടഞ്ഞു വെച്ചിട്ട് നമുക്ക് ഇതില്ലാതെ ആക്കാൻ പറ്റില്ല. കാളവണ്ടിയുടെ യുഗത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല, അതൊന്നും സാധിക്കില്ല. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇതാക്കണം എന്നുള്ളത് വ്യവസ്ഥിതിയുള്ള മാറ്റം കൊണ്ടും ഈ ശാസ്ത്രത്തെയും ടെക്നോളജിയും എങ്ങനെ മനുഷ്യനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതും നമുക്ക് കൊടുക്കാൻ എ ഐ പറഞ്ഞു തരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എഐനെ ഫീഡ് ചെയ്യുന്ന മാർക്സിനെയും ഗാന്ധിനെയും പിന്നെ അംബേദ്കറേയും ഒക്കെ ആ തത്വങ്ങളൊക്കെ ഫീഡ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ അത് ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് അത് ഉപദേശിച്ചു കൊണ്ടിരിക്കുക. അതേസമയത്ത് കോർപ്പറേറ്റുകളുടെ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതിന് പ്രതിവിധി മുള്ളുകൊണ്ട് മുള്ളെടുക്കുക എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെയുള്ള ടെക്നോളജി കൊണ്ടുണ്ടാവുന്ന അപകടങ്ങളൊക്കെ മനുഷ്യന് വേണ്ടിയിട്ട് ടെക്നോളജിയെ മാറ്റുകയും ആ രീതിയിൽ മനുഷ്യൻ്റെ കർത്തൃത്വത്തെ സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ സ്ഥാപിച്ചുകൊണ്ട് ഉള്ള ഒരു സമീപനത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഈ പോസ്റ്റ് മോഡേൺ ലോൺലിനെസ്സിനെ അല്ലെങ്കിൽ ഏലിയനേഷനെ നമുക്ക് പിന്നെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി സാധിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കലാപരമായിട്ടുള്ള ഒരു പിന്നെ പ്രവർത്തനം സാഹിത്യമാണ്, എഴുത്താണ്. കാരണം ആൾക്കാരുടെ ഹൃദയങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും വ്യത്യസ്ത സംസ്കാരങ്ങൾക്കും വർഗങ്ങൾക്കും ദേശങ്ങൾക്കും ഉപരിയായിട്ട് സഹജീവിയുടെ ഹൃദയത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിയും, ആഴത്തിൽ പ്രാപിക്കാൻ. നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ വെറുതെ ഇങ്ങനെ തൊട്ട് പുറത്തു കൂടെ പോവുക, എവിടെയും തൊടുന്നില്ല നമ്മൾ. എന്നാൽ സാഹിത്യത്തിൽ കൂടെ ആവുന്ന സമയത്ത് ആഴത്തിൽ സഹജീവിയെ മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിൽ പോസ്റ്റ് മോഡേൺ ഏലിയനേഷനെ പ്രതിരോധിക്കാൻ സാഹിത്യത്തിനും പ്രധാനമായൊരു പങ്കുണ്ട്. ആവക ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ഈ സാഹിത്യക്ക് സാധിക്കട്ടെ. പിന്നെ ഈ രീതിയിലുള്ള പിന്നെ കാര്യങ്ങൾ മൂന്നാട്ടിൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകമൊക്കെ ഈ തരത്തിലുള്ള വിഷയങ്ങളാണ്. അദ്ദേഹത്തും കൂടി ജഡ്ജായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എനിക്ക് അതിന് വയലാർ അവാർഡൊക്കെ തന്നത്. എം മുകുന്ദൻ എനിക്ക് പിന്നെ എഴുതുന്ന കൂട്ടത്തിൽ കുറച്ച് ബുദ്ധി ഉപയോഗിക്കാനും ഒരു കഴിവുണ്ട് എന്ന് അദ്ദേഹം ഒരു പുസ്തകത്തിൽ പരാമർശിച്ചതാണ്. എനിക്ക് കുറച്ച് അക്കാഡമിക്കായിട്ടുള്ള ഈ പിന്നെ സാധാരണ ഈ ഫിക്ഷൻ എഴുതുന്നവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാതെ ഫിക്ഷൻ എഴുതാനായിരിക്കും താല്പര്യം ഉണ്ടാവുക, ഒരു താല്പര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വിജയൻ്റെയും മുകുന്ദൻ്റെയൊക്കെ എഴുത്തിൻ്റെ ഈ അന്യവൽക്കരണത്തിൻ്റെ ലോകത്ത് നിന്ന് 21-ാം നൂറ്റാണ്ടാവുമ്പോഴേക്ക് നമ്മൾ വേറിയൊരു മനുഷ്യാനന്തരമായിട്ടുള്ള ഒരു ഏകാന്തതയിലേക്ക് ശൂന്യതയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇത് ചരിത്രപരമായി ഞങ്ങളെങ്ങനെ നേരിടണം എന്നത് കൂടി നമുക്കൊരു തിരിച്ചറിവുണ്ടാക്കാനായിരിക്കാം എം മുകുന്ദനെ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടകനായി കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി സാഹിതി 2026 ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി മലയാള സർവകലാശാല നിർവാഹക സമിതി അംഗം ഡോക്ടർ ജി സജ്ജന ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, ഏറെ പ്രിയപ്പെട്ട ശ്രീ എം മുകുന്ദൻ, പ്രിയപ്പെട്ട രാമനുണ്ണി മാഷ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, നമ്മൾ കേൾക്കാൻ ഏറെ ആഗ്രഹിച്ച, നമ്മെ ആഹ്ലാദിപ്പിക്കുകയും നമ്മുടെ ചിന്തയെ ഉണർത്തുകയും ചെയ്ത 2 പ്രഭാഷണങ്ങൾക്ക് ശേഷം വെറും ഔപചാരികതയുടെ പേരിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. മലയാള സർവകലാശാലയിലെ 2013 ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ അധ്യാപികയായി ഇവിടെ കടന്നു വന്ന നാൾ മുതൽ ഇന്ന് സാഹിതി 12-ാം പതിപ്പിലെത്തി നിൽക്കുന്നത് വരെ സാഹിതിയോടൊപ്പം നടന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ജയകുമാർ സാറ് 100 വിദ്യാർത്ഥികളെയും
10-15 അധ്യാപകരെയും വിരലിലെണ്ണാവുന്ന കുറച്ച് ഓഫീസ് ജീവനക്കാരെയും കൊണ്ടാണ് 2014 ആദ്യത്തെ സാഹിതി സാധ്യമാക്കിയത്. ഫെബ്രുവരി 21, 22, 23 തീയതികൾ പിന്നീട് മിക്കവാറും എല്ലാ വർഷങ്ങളിലും അതേ തീയതിയിൽ നടത്താനും സാഹിതിക്ക് വളരെ സാഹിതീയമായ ഒരു അവതരണ ഗാനം ഉണ്ടാക്കാനും ഒക്കെ സാറ് ശ്രമിച്ചിരുന്നു. പിന്നീട് കൊറോണ വന്നു, മറ്റു പല തടസ്സങ്ങളുണ്ടായി, സാഹിതി അതിൻ്റെ ദൈർഘ്യത്തിലൊക്കെ ചുരുങ്ങിപ്പോയി. ഇന്ന് നമുക്ക് 2 ദിവസം മാത്രമായി. പക്ഷെ അതിൻ്റെ വലിപ്പത്തിൽ നമ്മൾ ഒരിക്കലും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പല പല ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതൊന്നും ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സാഹിതി അന്ന് കണ്ട അതേ ഗൗരവത്തിൽ, അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ, പരപ്പിൽ ഒക്കെ സംഘടിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ വളരെ വിജയകരമായി നടക്കുന്നു എന്നത് സന്തോഷമാണ്. സാഹിതി ഓർമ്മ മാത്രമല്ല, നമ്മുടെ സാഹിതീയമായ ജാഗ്രതകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ സാഹിതിക്കും വരും സാഹിതികൾക്കും എല്ലാവിധ ആശംസകളും. അടുത്തതായി IQAC പ്രതിനിധി ഡോക്ടർ R. ധന്യ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ഭരതൻ മാഷ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രമുഖ സാഹിത്യകാരനായ മുകുന്ദൻ, രാമനുണ്ണി മാഷ്, അശോക് സർ, തമീം, ബാബുരാൻ സർ, അഭിജിത്ത്, ശുഭ, പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, സാഹിതി എന്നത് കൂടുതൽ ശക്തമായ, മലയാള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു പ്രോഗ്രാമാണ്. സാഹിതിയിൽ കൂടുതൽ ശക്തമായ ഗവേഷണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സർഗാത്മക പ്രവർത്തനങ്ങൾക്കും വേദിയാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇത്തവണ കൈകാര്യം ചെയ്യുന്ന ഈ വിഷയവുമായി സംബന്ധിച്ച് പ്രത്യേകിച്ച് മനുഷ്യകേന്ദ്രീകൃത ഈ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് സൈബർ നോട്ടികളെയും ഹൈബ്രിഡിയുടെയും ഒക്കെ സാധ്യതയെക്കുറിച്ച് ചർച്ചയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ രാമനുണ്ണി സാറ് പറഞ്ഞ പോലെ തന്നെ ബയോഫീലിയ എന്നൊരവസ്ഥയിൽ നിന്നും എന്തുകൊണ്ടത് ഡെൻഡ്രോഫീലിയ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടണം, അതിൻ്റെ ഒരു സാഹചര്യം, ഇതെല്ലാം തന്നെ ക്രിയാത്മകമായി ഈ സെഷനുകളിലുടനീളം ചർച്ച ചെയ്യപ്പെടും എന്ന വിശ്വാസത്തോടെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി. അടുത്തതായി വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ തമീം റഹ്മാനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, സാഹിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും യുണീക്കായ ഒരു പ്രോഗ്രാമാണ്, ഒരു പരിപാടിയാണ്. സർവകലാശാലയെക്കുറിച്ചുള്ള ആലോചനകളും അറിവുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ഇടങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതിന് സാഹിതി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ 2026 സാഹിതിക്ക് ഗംഭീരമായ ഒരു തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നതിലുള്ള അതിയായ സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം സാഹിത്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂള് നോക്കുന്ന ഘട്ടത്തിൽ സാഹിത്യവും സിനിമയും ഡോക്യുമെൻ്ററിയും ചരിത്രവും നൃത്തവും ചിത്രകലയും ഒക്കെ ആയിട്ടുള്ള വൈവിധ്യമാർന്ന ഒരു ചർച്ചയും ആലോചനയുമാണ് സാഹിതിയുടെ 2026 സംഘാടക സമിതി ആലോചിച്ചത്. അത് തീർച്ചയായും ഈ സർവകലാശാലയിലെ സാഹിത്യത്തിനപ്പുറത്തേക്ക് മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിൽ ഭാഗമാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു ആലോചന ഉയർന്നു വന്നു എന്നതിലും സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അവസാനിപ്പിക്കുകയാണ്. 2026 സാഹിതിക്ക് വിദ്യാർത്ഥി യൂണിയൻ്റെ എല്ലാ വിവാദങ്ങളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്തതായി അധ്യാപക പ്രതിനിധി ഡോക്ടർ K. ബാബുരാജ മാഷെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ KM ഭരതൻ മാഷ്, പരിപാടി ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ, ഈ വേദിയിലുള്ള രാമനുണ്ണി മാഷ്, മറ്റ് പ്രിയ സുഹൃത്തുക്കളെ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ സാഹിതി സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ സർവകലാശാലയിൽ പൊതു പരിപാടികളായിട്ടുള്ള പ്രധാനപ്പെട്ടത് സംസ്കൃതിയാണ്, മറ്റൊന്ന് ദർശിനിയാണ്, സമീക്ഷ, കമ്മ ഫെസ്റ്റിവൽ, ഭൂമിക, സാഹിതി.
ഇനിയും നമുക്ക് ഇതുപോലെയുള്ള പരിപാടികൾ ആവശ്യമുണ്ട്. ഭാഷാശാസ്ത്ര പഠന സ്കൂൾ, എഴുത്തച്ഛൻ പഠന സ്കൂൾ, ചരിത്ര പഠന സ്കൂൾ, വികസന പഠന സ്കൂൾ ഇവയുടേതായ പരിപാടികൾ വരേണ്ടതുണ്ട്. സമീപ ഭാവിയിൽ അത്തരം പഠന സ്കൂളുകളിൽ നിന്നും ഇതുപോലെ പൊതുവായ പരിപാടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 12ാമത് പതിപ്പാണെന്ന് പറഞ്ഞു. 2014 ഇത് ആരംഭിച്ചത്. നമുക്ക് ഈ പ്രാവശ്യം വളരെ സന്തോഷമുള്ളത് 2 പേർ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച 2 പേർ നമ്മോടൊപ്പം ഉണ്ട്. അത് ഒന്ന് മുകുന്ദേട്ടനാണ്. 2018 അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച പ്രിയപ്പെട്ട NS മാധവൻ സർ ഇതിൻ്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ സമ്പന്നമാണ്. അതുപോലെ തന്നെ ഏകദേശം 40ഓളം എഴുത്തുകാർ പങ്കെടുക്കുന്നതാണ് ഈ സാഹിതി എന്ന ഈ സർവകലാശാല സാഹിത്യോത്സവം. 400ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 8 സെഷനുകളായിട്ട് 4 വേദികളിൽ നടക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ നോമ്പ് കാലമാണ്, അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. പലർക്കും ഈ എത്തിപ്പെടാൻ പ്രയാസമുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ഒരു യുദ്ധാന്തരീക്ഷത്തിൻ്റെ ഫലമായിട്ട് ഇന്ധനം, അതായത് ഗ്യാസിനൊക്കെ ഉള്ള ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. പലയിടത്തും ഭക്ഷണമൊക്കെ കിട്ടാൻ, ഭക്ഷണം പാകം ചെയ്യാനുള്ള സംവിധാനമില്ലാത്തൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നമുക്ക് വേണ്ടത്ത പ്രതിനിധികളുടെ എണ്ണം ഇല്ലാതെ പോയത്. എന്നാലും വന്നു ചേർന്ന എല്ലാവരെയും സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഈ സാഹിതിയുടെ ഭാഗമായിട്ടുള്ള ഒരാളായതുകൊണ്ട് ആശംസയല്ല വേണ്ടത്, നിങ്ങളെല്ലാവരെയും ആതിഥേയനായി നിന്നുകൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ മുകുന്ദേട്ടൻ സംസാരിച്ചപ്പോൾ ഇവിടെ നടക്കുന്ന പല സാഹിത്യോത്സവങ്ങളെക്കുറിച്ച് പറഞ്ഞു. 100-ലധികം സാഹിത്യോത്സവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഞാനും അതിനെപ്പറ്റി ആലോചിച്ചു. മാതൃഭൂമിയുടെ ഫെസ്റ്റിവലുണ്ട്, KLF കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന DC ബുക്സിൻ്റെ ഫെസ്റ്റിവലുണ്ട്, കേരള സാഹിത്യ അക്കാദമി ആരംഭിച്ച സാർവദേശീയ സാഹിത്യോത്സവമുണ്ട്, ഹോർത്തൂസ് എന്ന പേരിൽ മനോരമ നടത്തുന്ന പരിപാടിയുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് സാഹിതി എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ പരിപാടികൾക്കൊക്കെ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. പക്ഷേ നമ്മുടെ സാഹിതി എന്ന് പറയുന്നത് ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒന്നാണ്. ഇവിടെ യാതൊരു രജിസ്ട്രേഷൻ ഫീയും വെച്ചിട്ടില്ല. ആർക്കും സർവാത്മാന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നൊരു പരിപാടിയാണിത്. പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള പരിപാടിയാണ്. മാത്രമല്ല ഇതിൽ അക്കാദമിക് ഇതരവുമായ ഇനങ്ങൾ, ഇപ്പോൾ ഇവിടെ നടക്കുന്ന നമ്മുടെ ഗ്രാംഷി സ്ക്വയറിൽ നടക്കുന്ന ശില്പശാല നടക്കുന്നുണ്ട്. അതുപോലുള്ള ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് 7 കലാകാരികൾ ഇവിടെ വന്ന് സാഹിത്യ സംബന്ധമായ അവതരണം ഇന്ന് വൈകുന്നേരം നടത്തുന്നുണ്ട്. കവിതകളെ ആസ്പദമാക്കിയുള്ള നൃത്താവിഷ്കാരം. ആ രീതിയിൽ വളരെ സമ്പന്നമായ ഒരു സാഹിതിയാണിത്. അപ്പോൾ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ സാഹിതിയിൽ എത്തിച്ചേർന്ന ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നും നാളെയും നടക്കുന്ന ഈ പരിപാടിയിൽ സജീവമായി നിങ്ങളുടെ പങ്കാളിത്തം ആഗ്രഹിച്ചുകൊണ്ട് സാഹിത്യ രചന, സാഹിത്യ പഠന വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിപാടിക്ക് നന്ദി അറിയിച്ച് സംസാരിക്കുന്നതിനായി സാഹിത്യ പഠന സ്കൂൾ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ശുഭ കെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രഗത്ഭരായ 2 എഴുത്തുകാർ, മറ്റ് ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല അന്തർ സർവകലാശാല സാഹിത്യോത്സവം സാഹിതിക്ക് ഗംഭീരമായ തുടക്കമായിരിക്കുകയാണ്. സാഹിത്യരചന സ്കൂളും സാഹിത്യ പഠന സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാഹിതിയുടെ ആദ്യ ആലോചന മുതൽ തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഏറ്റവും മികവുറ്റതാക്കാം എന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേപോലെ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. കുറച്ച് നാളുകളായിട്ട് വിദ്യാർത്ഥികളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. എല്ലാവരും ഇതിൻ്റെ സാഹിതിയോടൊപ്പം തന്നെയായിരുന്നു. സാഹിതിയുടെ ഉദ്ഘാടനം നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട 2 എഴുത്തുകാർ സംവദിച്ച വേദിയോട് കൂടിയിട്ട് ഏറ്റവും ഉജ്ജ്വലമായി തന്നെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കർത്തവ്യം ഔപചാരികമായി നന്ദി പറയുക മാത്രമാണ്. എങ്കിലും പ്രിയപ്പെട്ട എഴുത്തുകാരനോട് ഒരു അനുഭവം പങ്കുവെക്കണമെന്ന് വിചാരിക്കുന്നു. സാഹിതിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് BA നമുക്കിവിടെ കഴിഞ്ഞ വർഷം മുതൽ 4 ഇയർ UG പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. BA കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് വായനയുടെ ലോകത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. അവർക്ക് നോവൽ സാഹിത്യം എന്നൊരു പേപ്പർ പഠിക്കാനുണ്ടായിരുന്നു.
ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സാഹിതിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വളരെ അപരിചിതത്വത്തോട് കൂടിയിട്ടാണ് അവർ ആദ്യം ഈ സാഹിതിയെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നത്. ഉദ്ഘാടകനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് മയ്യഴിയുടെ കഥാകാരൻ മുകുന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പറഞ്ഞതോടുകൂടി അവരുടെ മുഖത്തുണ്ടായിരുന്ന പരിചിത ഭാവം, അത് അവർക്ക് വേണ്ടി അവരുടെ ആ സന്തോഷം എഴുത്തുകാരനോട് അറിയിക്കുകയാണ്. അതോടുകൂടി എം മുകുന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് കേട്ടതോടുകൂടി അവരുടെ കൂടെ പരിപാടിയായി സാഹിതി മാറുകയായിരുന്നു. അവരുടെ സന്തോഷം ഞാൻ എഴുത്തുകാരനോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് മലയാള സർവകലാശാലയുടെ പേരിലും സാഹിത്യ പഠനം സാഹിത്യരചന വിഭാഗങ്ങളുടെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് പ്രിയപ്പെട്ട രജിസ്ട്രാർ ഇൻചാർജ് KM ഭരതൻ മാഷാണ്. മാഷ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിച്ച ഡോക്ടർ G സജന, ഡോക്ടർ R ധന്യ, തമീം റഹ്മാൻ, ഡോക്ടർ ബാബുരാജൻ മാഷ്, അതുപോലെ മറ്റ് സർവകലാശാലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, സാഹിത്യാസ്വാദകർക്കും, ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, അശോക് മാഷ് പറഞ്ഞ പോലെ ഇന്നലെ രാത്രി ഒരുപാട് നേരം ഊണും ഉറക്കവും ഒക്കെ കളഞ്ഞ് എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല, അതായിരുന്നു ശരിക്കും അനുഭവം. അത്രമാത്രം സാഹിതിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട കുട്ടികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സാഹിതി 2026 അന്തർ സർവകലാശാല സാഹിത്യോത്സവത്തിൻ്റെ സാഹിതിയുമായി ബന്ധപ്പെട്ട് പുസ്തക പ്രദർശനം നടക്കുന്നുണ്ട്. അതുപോലെ ശില്പകലാ ക്യാമ്പ് നടക്കുന്നുണ്ട്, ഗ്രാംഷി സ്ക്വയറിലാണ്. അതുപോലെ മലയാള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ന് വൈകിട്ട് കേരള കലാമണ്ഡലത്തിലെ ഒരു ടീമിൻ്റെ നൃത്ത സമന്വയം നടക്കുന്നുണ്ട്. ഇതെല്ലാം സാഹിതിയുടെ ഭാഗമാണ്. ഇതെല്ലാവരും ഇതിലും നിങ്ങളുടെ പങ്കാളിത്തം താല്പര്യപ്പെടുകയാണ്. എല്ലാവരെയും ഈ പരിപാടികളിലേക്കും ക്ഷണിക്കുന്നു.